السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه نؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تقولوا راعنا وقولوا انظرنا واسمعوا وللكافرين عذاب أليم. صدق الله مولانا العليم. أنا سيد ولد آدم يوم القيامة شفيعنا وحبيبنا محمد رسول الله. تقبلوا برضاكم رضي الله أنتم بجد عرفاننا يا الله. اللهم صل وسلم على رسولك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد. اللهم عليك توكلنا وإليك أنبنا وإليك المصير. വന്യരായ പണ്ഡിതന്മാർ, നേതാക്കൾ, അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ കർമ്മധീരരായ പ്രവർത്തകർ, ഞങ്ങളുടെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഇതര പ്രസ്ഥാന ബന്ധുക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ആശയാദർശങ്ങൾ വിശദീകരിക്കപ്പെടാൻ നമുക്ക് വീണ്ടും ഒരവസരം കിട്ടിയിരിക്കുകയാണ്. അല്ലാഹു തആല ഇത് സ്വീകരിക്കുകയും പരലോകത്ത് ഉപകരിക്കുന്ന അമലായി കബൂൽ ചെയ്യുകയും ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, നമ്മുടെ അഹ്ലുദീങ്ങൾ, നമ്മുടെ മാതാപിതാക്കൾ, അങ്ങനെ നമ്മളുമായി ബന്ധമുള്ള എല്ലാവരെയും നമ്മുടെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ അല്ലാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, ഇതേ സ്ഥലത്ത് ഈ അടുത്തായി മൂന്നാമത്തെ പ്രോഗ്രാമാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 2 തവണയും അഹ്ലുസുന്നയുടെ ആദർശങ്ങൾ പറയുകയും ജനങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തത് വീണ്ടും ഈ പ്രദേശത്തുകാരനായ ഒരു മനുഷ്യൻ, അദ്ദേഹം മറുപടി എന്ന പേരിൽ എന്തൊക്കെയോ തട്ടിവിടുകയും എന്താണ് അദ്ദേഹം പറഞ്ഞത് എന്ന് പലരും കേൾക്കുകയും അതുകൊണ്ട് തന്നെ അതൊരു മറുപടി അറിയിക്കുന്നില്ല എന്ന് ജനങ്ങൾ തന്നെ സ്വയം തീരുമാനിച്ചതുമാണ്. എന്നാലും
അഹ്ലുസുന്നയുടെ ആശയങ്ങൾ ഒന്നുകൂടി വിശദീകരിക്കാനുള്ള സന്ദർഭമായിട്ടാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ ഈ പരിപാടി കൊണ്ട് പ്രത്യേകമായി ഉദ്ദേശിക്കുന്നത്. മുജാഹിദി സുഹൃത്തുക്കളോട് ആദ്യമായി പറയാനുള്ളത്, മുൻധാരണകളുടെ പരിപാടി ശ്രമിക്കാതെ ഇത് പരലോകവുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ടും വേറെ എന്തെങ്കിലും വാശിക്ക് വേണ്ടി തയ്യാറാക്കിയ പരിപാടി അല്ലാത്തതുകൊണ്ടും ആഹുറം വേണം എന്ന് ബോധമുള്ള ആളുകൾ നിഷ്പക്ഷമായി കാര്യങ്ങൾ വിലയിരുത്തി സത്യത്തിന്റെ വഴി കണ്ടെത്തണമെന്ന് വളരെ വിനീതമായി അവരോട് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ കൂടുതൽ ആമുഖമായി പറയാതെ എന്റെ വിഷയത്തിലേക്ക് നേരെ പോകുക. മുജാഹിദുകളുടെ പരിപാടി കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ വിചാരിക്കുകയും നേരത്തെ ശോഭകലാസനത്തിൽ പറഞ്ഞതുപോലെ സുന്നികൾ ഞങ്ങൾക്ക് കീഴടങ്ങിപ്പോയി, ഇനി കാണുന്നില്ല എന്നൊരു തോന്നൽ പല ആളുകൾക്കും ഉണ്ടായിട്ടുണ്ടാകാം. അത് മനസ്സിൽ അവിടെ വെച്ചാൽ മതി എന്നാണ് അതിന് ആമുഖമായി മറുപടി പറയാനുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒരുപാട് പരിപാടികൾ വേറെയും ഉണ്ട്. ഫൈസൽ കഴിഞ്ഞ പരിപാടിയിൽ പലപ്പോഴും ചോദിക്കുന്നുണ്ട്, ഞങ്ങളെ പരിപാടി കഴിഞ്ഞ ഉടനെ തന്നെ അടുത്ത ദിവസം തന്നെ നിങ്ങൾക്കെന്തേ പറഞ്ഞുകൂടെ എന്ന രൂപത്തിൽ പലപ്പോഴും ചോദിക്കുന്നത് അദ്ദേഹത്തിന്റെ കേസത്തിൽ നിന്ന് കേൾക്കാനില്ല. അദ്ദേഹത്തോട് പറയാനുള്ളത്, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർക്കും സാധുക്കളായ ഞങ്ങൾക്കും വെറും നിങ്ങൾക്ക് ഇവിടെ മറുപടി പറയുക എന്നത് മാത്രമല്ല പണി എന്ന് അറിഞ്ഞിരിക്കും. കേരളത്തിലെ പല സ്ഥലങ്ങളിലും നിങ്ങൾ ഫിത്ന ഉണ്ടാക്കുമ്പോൾ അവിടെയൊക്കെ മറുപടി പറയുന്നതിന്റെ പുറമെ ഓരോരുത്തർക്കും അവരുടേതായ ചുറ്റുപാടുകൾ, ദർസും കോളേജ്, അങ്ങനെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അല്പദിവസം മറുപടി ഒരുങ്ങുമ്പോഴേ രക്ഷപ്പെട്ടു പോയി എന്ന് മനസ്സിലാക്കുന്നത് ബുദ്ധിത്തരാണ് എന്ന് ആമുഖമായി സൂചിപ്പിക്കും. അതിന്റെ തെളിവാണല്ലോ നിങ്ങൾക്ക് തന്നെ അത് അറിയുകയും നാദാപുരത്തിൽ ഓരോരു പ്രസംഗിച്ചു. എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് സലഫിയുടെ മറുപടി എത്തിയത്? ഇന്നും ഉസ്താദ് അവിടെ പ്രസംഗം തുടങ്ങാൻ പോവുക. ഇന്നും നാളെയും അവിടെ സലഫിയെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോകുന്നു. അതുകൊണ്ട് തന്നെ ഒരു സലഫി മറ്റന്നാൾ വരുമോ നമുക്ക് നോക്കാം. ഞങ്ങൾ അതിനാക്ഷേപിക്കാറില്ല, കാരണം ഒരു മനുഷ്യന് വേറെയും വരികയുണ്ടാവും. അതിന്റെ പുറമെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ പറഞ്ഞതിന് മറുപടി പറയാൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇവിടെ ഒരു പരിപാടി സംഘടിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. എന്തെങ്കിലും ബുദ്ധിത്വങ്ങൾ പറഞ്ഞ് ജനങ്ങൾക്ക് തന്നെ ബോധ്യമായ ആ രൂപത്തിലല്ലേ സംഗതി ഉള്ളത്. 2-3 പ്രാവശ്യം മൗലവി എന്ന് പറയപ്പെടുന്ന ആ മനുഷ്യൻ അദ്ദേഹം ഇവിടെ പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം എത്രമാത്രം ഈ വിഷയത്തിൽ പഠിച്ചിട്ടുണ്ട് എന്ന് എല്ലാവരും വിലയിരുത്തുകയും മനസ്സിലാക്കുകയും ചെയ്തു. നോക്കൂ നിങ്ങൾ, അദ്ദേഹം കാര്യമായി ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിൽ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു, ഞങ്ങൾ മറുപടിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ശൈലിയുണ്ട്. ഞങ്ങൾക്ക് മറുപടിയാണെങ്കിൽ ആ ശൈലിയിൽ തന്നെ മറുപടി വരും. അതെന്താണ്? ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ തവണ പ്രസംഗിച്ചതുപോലെ ഫൈസലിന്റെ കഴിഞ്ഞ പ്രസംഗം അതേപോലെ നിങ്ങളെ കേൾപ്പിച്ച് അതിന് മറുപടി പറയുന്ന ശൈലിയായിരുന്നു കഴിഞ്ഞ പ്രസംഗത്തിൽ നമ്മൾ സ്വീകരിച്ചു. ഇതുപോലെ ഇൻഷാ അല്ലാഹ് ഇന്നും അദ്ദേഹം കഴിഞ്ഞ തവണ ഇവിടെ നടത്തിയ പ്രസംഗം നിങ്ങളെ കേൾപ്പിച്ചുകൊണ്ടാണ് അതിന് മറുപടി പറയുന്നത്. ഞങ്ങൾ പറഞ്ഞിരുന്നു, ഇതിലോ അഹ്ലുസുന്നത്തുൽ ജമാഅയുടെ പരിപാടിക്ക് നിങ്ങൾ മറുപടി പറയുന്നുവെങ്കിൽ ഞങ്ങളെ പരിപാടി അതെന്താണ് പറഞ്ഞത് എന്ന് കേൾപ്പിച്ചുകൊണ്ട് ഇതേ രൂപത്തിൽ മറുപടി പറയുമ്പോൾ മാത്രമേ അത് മറുപടി
പറഞ്ഞു വന്നത് ഈ ഒരു ശൈലി നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയില്ല എന്നതും ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. എന്നിട്ട് അതിന് അദ്ദേഹം പറഞ്ഞൊരു മറുപടിയും അതെന്താണെന്നറിയാം. നിങ്ങളെ പ്രസംഗം ഞങ്ങൾ കേൾപ്പിക്കാത്തത് എന്തുകൊണ്ടാണ്? അശ്വനിയുടെ ക്ലിപ്പ് അത് ഇടാൻ മാത്രം അദ്ദേഹം ആയിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഒരാള് ആയോ ആയില്ലയോ എന്നതല്ല വിഷയം, ആശയത്തിനാണ് സാധ്യത. ആൾ ചെറുതായിരിക്കാം, ചെറുപ്പം വലുതായിരിക്കാം, അതൊന്നുമല്ല വിഷയം. എന്താണ് ഇവിടെ പറഞ്ഞത് എന്ന് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത് അതിന് വെറുതെ പറയുന്ന ശൈലി സ്വീകരിക്കും. അല്ലാതെ അതിനായിട്ടില്ല, ആയിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് സംവാദത്തിന് വന്നത്? കോട്ടക്കലിൽ സംവാദത്തിന് വേണ്ടി ഫൈസൽ മൗലവിയോട് ഞാൻ പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? അത് നമ്മൾ രണ്ടുപേരും ശരിയാവൂല, കായക്കൂടി വരട്ടെ അതല്ലേ പറഞ്ഞത്? ഓർമ്മണ്ടല്ലോ. ഫൈസൽ മൗലവിയും അതുപോലെ ചില ആളുകളും അന്ന് കോട്ടക്കൽ സംവാദത്തിന് വ്യവസ്ഥ എഴുതിയപ്പോ ആദ്യം ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തു. ആ ഡേറ്റിന്റെ അന്ന് പെർമിഷൻ മുടങ്ങി എന്ന പേരിൽ മൗലവിമാർ ചെറിയ രൂപത്തിൽ നിന്ന് തടി രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമം നടത്തി. മഗ്‌രിബിന്റെ മുമ്പിൽ നാളെ സംവാദമാണെങ്കിൽ ഇന്ന് മഗ്‌രിബിന് നമ്മുടെ പരിപാടിയുടെ പെർമിഷൻ ഇല്ലാതെയായി പോയിരിക്കുന്നു. ഞങ്ങൾ തമ്മിൽ പെർമിഷൻ നമുക്ക് ഉണ്ടാക്കാൻ ബന്ധപ്പെട്ട് നോക്കണം. അങ്ങനെ ധാരാളം നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട് ഒരു 9 മണിയാകുമ്പോഴേക്ക് പെർമിഷനായി. ഫൈസലിന് വിളിച്ചു. ഫൈസലാണ് സംവാദത്തിന് വേണ്ടി അന്ന് ഞങ്ങൾ ആദ്യമായി ഒപ്പിട്ട ആളുകൾ ഒരാൾ. അപ്പോ അദ്ദേഹം പറഞ്ഞു, കായക്കൊടി ഹനീഫയോടും പോയി കളഞ്ഞു, ഇനി നമുക്ക് നാളെ സംവാദം നടത്തില്ല. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, നമ്മൾ രണ്ടുപേരും നമ്മളല്ലത്തെ വിഷയമുള്ളത്, ഹനീഫമോട് പറഞ്ഞ നമ്മൾ തമ്മിൽ. അന്ന് അദ്ദേഹം പറഞ്ഞതെന്താ? അത് ശരിയാവൂല, മൗലവി വരട്ടെ, ഹനീഫ വരട്ടെ, നമുക്കാവൂല. എന്നിട്ട് നിങ്ങളിപ്പോ ആയിട്ടില്ല എന്ന് പറഞ്ഞത് എന്തിനാണ്? ഇനിയും ഞാൻ അതാണ് പറയുന്നത്. ഈ രൂപത്തിൽ തുടരുന്നതിന് പകരം ഫൈസൽ എന്ന് പറയുന്ന ആ മാന്യത അദ്ദേഹം എന്റെ പ്രസംഗം കേൾക്കുന്നുണ്ടാകുമല്ലോ. കഴിഞ്ഞ തവണ മൂപ്പര പരിപാടിയിലാണ് എത്ര തവണ ഫൈസൽ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് എന്നീ നോക്കലായിരുന്നു. മറുപടിയോട് പറയുന്നുണ്ട്. ഞാനിങ്ങനെ എണ്ണി നോക്കി അശ്വനി എത്ര തവണ എന്റെ പേര് പറയുന്നുണ്ട്. അത് ബദിരീങ്ങളെ പേരൊന്നുമല്ല, ബർക്കത്തിന് എടുക്കുന്നതല്ല, അത് ജനങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാണ്. അല്ലാതെ ഇയാൾ മനസ്സിലാക്കിയ ഒരു മഹത്വം കൊണ്ട് പറയുന്നതാണ്, ഇങ്ങനെയല്ല. അപ്പൊ കേൾക്കുന്നുണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഞങ്ങളെല്ലാ സൗകര്യവും എഴുതി തരാം. നിങ്ങൾ നേരത്തെ സ്വാഗത പ്രഭാഷണത്തിൽ പറഞ്ഞതുപോലെ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട 10 വിഷയങ്ങളുണ്ട്. വേറെ പല വിഷയങ്ങളിലേക്കും ജനങ്ങളെ ശ്രദ്ധ മാറ്റാൻ വേണ്ടി വളരെ തന്ത്രപരമായി മൗലവി ശ്രമം നടത്തിയിട്ടുണ്ട്. ഇല്ല, നിങ്ങളെ വിടാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു വിഷയത്തിൽ, അല്ലെങ്കിൽ ഏത് വിഷയമായാലും കുഴപ്പമില്ല, ഒരു വ്യവസ്ഥാപിതമായ സംവാദത്തിന് ഫൈസൽ മൗലവി തയ്യാറുമ്പോഴാണ് ഈ സമയത്ത് പ്രിയപ്പെട്ട സഹോദരന്മാരെ ആദ്യമായി ചോദിക്കാൻ. ഇപ്പോൾ തന്നെ ഇപ്പോൾ തന്നെ ഞങ്ങൾ റെഡിയാണ്. നിങ്ങളിവിടെ കേൾക്കാൻ വന്നാൽ പോരാ, ഒരു ഭാഗത്തേക്ക് കടന്നു വരുന്നു. സർവസംരക്ഷണം നിങ്ങൾ നൽകാം. നമുക്ക് ഇന്നത്തെ മറുപടി പ്രസംഗം മാറ്റിയിട്ട് ഒരു വിശദമായ സംവാദമാകാം. രാവിലെ വരെ ഇരുന്നവരാകുന്ന ഒരുക്കമാണ് ഫൈസൽ മൗലവിക്ക് ആണത്തുണ്ടെങ്കിൽ ഇവിടെ കയറുക. അതാണ് നമുക്ക് പറയാൻ. നിങ്ങൾ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കുകയാണോ? എന്തെങ്കിലും ഒരു വിഷയം കിട്ടിയിട്ട് നോക്കി നിങ്ങൾ അദ്ദേഹം പറയുന്നത് നമ്മളെ ക്ലിപ്പിട്ട് പ്രസംഗിക്കാത്തത് അതിനായിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. അനുവദിച്ചിട്ട് കഴിഞ്ഞ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് ഒന്ന് അതുകൊണ്ട് പോകുമ്പോ ഇന്നദ്ദേഹം വേഗമായി പറഞ്ഞെന്ന് പറഞ്ഞു. എന്താണ് ഗോൾസിനോട് പറഞ്ഞത്? അത് ഗോൾസിലേക്ക് പറയുക. അതിന് ആവശ്യമില്ലാതെ രണ്ടാമത് നാട്ടിലാണ് മരണമല്ല. ഇന്ന്
എന്നുള്ളതാണ് പ്രശ്നം. ശരി, ആയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് മാറിയിട്ട് കായക്കൊരു ഹനീഫയല്ലേ കൊണ്ടുവന്നത് എന്നിട്ടെന്തായി അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അതുകൊണ്ട് ആരോ ഇല്ലോ എന്ന് പരിശോധിക്കുന്നതിന് മുമ്പ് ആൺകുട്ടിയായി മറുപടി പറയാൻ ശ്രമിക്കണം. കഴിഞ്ഞ പ്രസംഗമാണിത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പിന്നെ എന്തിനാ നിങ്ങൾ നോക്കി കാര്യമായിട്ട് മൂപ്പര് പറഞ്ഞ പരാതി ഇതാ ഞാൻ പറഞ്ഞു. ഇതിന് മറുപടി പറയേണ്ട ആവശ്യമുണ്ടോ? എന്താണ്? ജനകീയ മൗലിക നടത്തിയപ്പോ കുഞ്ഞുകൾ ഉണ്ടാക്കിയ പായസം ബാക്കിയായി പോകും. പ്രധാനമായിട്ടൊരു കംപ്ലൈന്റ്. ഉടുപ്പറമ്പങ്ങാടിയില് ജനകീയ മൗലിക ഉണ്ടാക്കിയപ്പോ പായസം ബാക്കിയായി പോയി. അതേ സമയത്ത് മുജാഹിദുകള് പായസം വിൽപ്പന നടത്തിയപ്പോ പെട്ടെന്ന് തുറന്നു പോയില്ല. അതാണ് ബർക്കത്തുണ്ടാവണോ? ബർക്കത്ത് എന്ന് പറഞ്ഞ സാധനം നിങ്ങൾക്കില്ല. അതല്ലേ അതിന്റെ അർത്ഥം. ജനകീയ മൗലിക ഉണ്ടാക്കിയപ്പോ ഞങ്ങൾ എന്ന് പറഞ്ഞു എല്ലാവരും കൂടിയിട്ട് ഒരു ജനകീയ മൗലിക ഉണ്ടാക്കി. അതാണ് മൗലവിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ആ സമയത്ത് മൗലവിയാകെ ചുരുങ്ങിപ്പോയി. എന്നിട്ട് മൂപ്പർ ആരോപിക്കുന്നത് നിങ്ങൾ എന്റെ വലിയ ജനകീയ മൗലിക ഉണ്ടാക്കിയിട്ട് പായസം തീർന്നു പോവാത്തതും അത് ബർക്കത്ത് കൊണ്ടാന്ന് മനസ്സിലാക്കിക്കോ. നിങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നു മൗലവി എന്ന് പറയട്ടെ. അദ്ദേഹം തന്നെ പറയുന്നു കേട്ടോ, ജനകീയമാണെന്ന് വയ്ക്കുന്ന ഒരു പക്കം പേര് ഉണ്ടാവുമല്ലോ, ഉണ്ടാവുമല്ലോ. അപ്പൊ ജനകീയമായി നമ്മൾ പലത്ത് ഒന്ന് കണ്ട് ഏറ്റുകിട്ടുന്ന കണ്ടുപിടിച്ചപ്പോ നമ്മൾ എന്താ കണ്ടത്? അങ്ങാടിയ നടുവ് ഇവിടെ ജാർപ്പായിട്ട് മൗലികർക്ക് പായസം ബാക്കി പായസം ബാക്കിയായി. ഒരു അങ്ങാടിന് പായസം ഫ്രീയായി കൊടുത്തിട്ട് അത് ബാക്കിയാവുന്നത് എന്തായാലും മനുഷ്യന്മാർ തിരിച്ച് ആലോചിക്കാൻ തുടങ്ങിയെന്ന് മനസ്സിലാക്കെങ്കിൽ നമ്മുടെ ഇവിടെ അടുത്ത് പായസം അടയ്ക്കാം. മുജാഹിദിന്റെ ഭാഗമാക്കി 5 രൂപ എടുത്തിട്ട് പറ്റി കഴിയില്ല. അതൊരു കഴിയില്ല. മറ്റവും ഫ്രീയായി കൊടുത്തത് അങ്ങോട്ട് എന്ത് വെച്ച് വാണോ ഏതാണ് ക്ലിക്കായിട്ടുണ്ട്. ഈ രൂപത്തിൽ മറുപടി പറയാതെ ചോദ്യത്തോടെ സുഹൃത്തുക്കളെ, ഇയാൾ എവിടെ നിന്നാണ് വരുന്നത്? പായസം ഉണ്ടാക്കുന്ന കുറച്ച് അധികമുണ്ടാക്കണോ? അപ്പോഴാണ് തിരിച്ചടിക്കുക. മനസ്സിലായോ? എന്നാലും മുജാഹിദ് നോക്കിയുള്ള ആ പായസം പോലെ ഒന്ന് വെറുതെ എടുക്കുക. അത് വിൽപ്പന നടത്തുന്ന പറയുന്നത്. അത് വിൽപ്പന നടത്തി നിങ്ങൾ മൗലികന്റെ പേരിൽ വേണ്ട പായസം ഉണ്ടാക്കിയിട്ടൊന്ന് കൊടുക്കുക. ധാരാളം ഉണ്ടാക്കണോ? ആ 2 ഗ്ലാസ് മാത്രം ഉണ്ടാക്കിയാൽ പെട്ടെന്ന് തീർന്നു പോകും. എന്തൊക്കെ പൊട്ട പ്രവർത്തനങ്ങളാണ് ഈ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംഭവം നോക്കി റസൂലുള്ളാഹി വിതരണം ചെയ്ത എല്ലാ ഭക്ഷണങ്ങളുടെ അവസ്ഥ ഏതാണ്? എത്ര കൊടുത്താലും തീരില്ല. ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ വെറും കുറച്ച് ആളുകൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഭക്ഷണം ആയിരക്കണക്കിന് സ്വഹാബത്ത് തിന്നിട്ട് തീർന്നുപോയോ? അതിന് ബർക്കത്തുണ്ടായതുകൊണ്ടാണ്. അപ്പൊ മനസ്സിലാക്കിക്കോ, ജനകീയ മൗലിദായാലും മൗലിദിന്റെ പേരിലുണ്ടായ ഭക്ഷണത്തിന് ബർക്കത്തുണ്ട്. അതിന് അങ്ങാടിയിലെ ജനങ്ങളല്ല, എവിടെയുള്ള ജനങ്ങൾ തിന്നാലും ചില്ലയും ബാക്കിയുണ്ടാകും. അത് മൗലിദിന്റെ ബർക്കത്താണെന്ന് ഫൈസൽ മൗലവി ഓർത്തിരിക്കട്ടെ എന്ന് വളരെ വിനയത്തോടെ ഞാൻ അദ്ദേഹത്തോട് ആത്മമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ പറയുന്നത് ഇയാൾ ഒരു ജനകീയ മൗലിദുണ്ടാക്കിയിട്ട് ഈത്തക്കൊടിയന്മാരായി ഈത്തക്കൊടിയന്മാരെന്ന് പറഞ്ഞ പരിപാടി അത് പലപ്പോഴും ഇവർ പറയുന്നത് അത് സുന്നികളാണ് ഈത്തക്കൊടിയന്മാരും. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു, മൗലവിമാര് അവര് പലപ്പോഴും പല സ്ഥലങ്ങളിലും പോയിട്ട് ഈ മൗലിദിന്റെ പേരിൽ അല്ലാതെ പ്രസംഗിക്കാൻ പോയിട്ട് പ്രസംഗം കഴിഞ്ഞ് ചക്ക ഇടിച്ചു തിന്ന സംഭവങ്ങളൊക്കെ വായിച്ചു. അപ്പൊ മൗലവി പറഞ്ഞു അതിനെന്താണ് ചക്ക ഇട്ട് തിന്നാൻ പാടില്ല. അതിനൊക്കെ മാന്യവും വഴി കഴിഞ്ഞിട്ട് അപ്പുറത്തെ മരത്തുമക്കാരിക്ക് ചക്ക ഇട്ട് തിന്നത് അത് ഈത്തക്കൊടിയനാണ് എന്നതിന്റെ ഏറ്റവും വലിയ അടയാളമാണ്. ഓരാ ഞാൻ വായിച്ച അതേ നിങ്ങളുടെ നേതാവായ ഡോക്ടർ അബ്ദുൽ ഹാജി, ഞാൻ എന്തിനാണിത് പറഞ്ഞത്? സുന്നികളെ നിങ്ങൾ ഈത്തക്കൊടിയന്മാരാണെന്ന് ആരോപിക്കുന്നുണ്ട്. ആ ആരോപണത്തിൽ ചാൻസ് ഇല്ല എന്ന് വ്യക്തമാക്കാൻ വേണ്ടി തന്നെയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നോക്കൂ നിങ്ങൾ, ഇതാ ഡോക്ടർ അബ്ദുൽ ഹാജി എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം വെറും ഈത്തക്കൊടിയൻ മാത്രം, മുജാഹിദിന്റെ വലിയ നേതാവാണ്. അദ്ദേഹത്തിന്റെ മൗലിദായി കേരള നെടുവത്തൂർ മുജാഹിദ് സെന്റർ കോഴിക്കോട് 2 പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് എന്റെ കയ്യിൽ. ഈ പുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ സീറ്റെ കുറിച്ച് വളരെ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. അതിൽ പറയുന്നത് കാണും. എന്താണ് നോക്കൂ നിങ്ങൾ, ഒരു ദിവസം ഹാജിയാര് പ്രസംഗിക്കാൻ നിൽക്കുമ്പോ ഒരു ചാട് എന്ന് പറഞ്ഞു പോലും, അല്ല മൗലവി നിങ്ങൾ ഇന്നത്തെ പ്രസംഗത്തിൽ ആരെയും ചീത്ത പറയുന്നു, അത്
മൗലവിന്റെ ശൈലി എന്താണല്ലോ, എല്ലാവരും ചീത്ത പറയലാണ് ഈ വെട്ടം അബ്ദുൽ വഹാബിന്റെ ശൈലി. അത് ഇവരോട് പറഞ്ഞു, ഇന്നത്തെ പ്രസംഗത്തിന് നിങ്ങൾ ആരും ചീത്ത പറയാൻ പാടില്ല. മൗലവിന്റെ മറുപടി എന്താണല്ലോ, ശരി ചീത്ത പറയുന്നെങ്കിൽ നീ എന്ത് തരും? ഉമർ കുട്ടി ഹാജിക്ക് എന്താണ് വേണ്ടത്? അവ മറുപടി കേട്ടോളൂ, പൂളയും ഇറച്ചിക്കൂട്ടാനും തന്നാൽ ഞാൻ ഇന്ന് അപ്രകാരം പറയില്ല. അവ പ്രസംഗത്തിന് ചീത്ത പറയാതിരിക്കാൻ എന്താ വേണ്ടത്? മൂപ്പർക്ക് കുറച്ച് പൂളി ഇറച്ചിക്കൂട്ടാനും കൊടുത്താൽ ചീത്ത പറയില്ല. എന്നിട്ട് അന്നത്തെ പ്രസംഗത്തിൽ അദ്ദേഹം ചീത്ത പറഞ്ഞില്ല. പിന്നെയുള്ളത് തുടർന്നു എന്നാണ് നിങ്ങളുടെ വലിയ നേതാവായ വെട്ടം അബ്ദുൽ വഹാബിയുടെ മൗലിയായി നിങ്ങളിത് എഴുതുന്നത്. അത് എത്രയും ചെറിയൊരു എഴുതാതിരിക്കെങ്കിലും വേണ്ടേ? എന്നാ പിന്നെ അത് എഴുതാതിരിക്കണ്ടേ? ഓരാ നോക്കൂ, നിങ്ങള് വേറെ സ്ഥലത്തുനിന്ന് ഒരാൾ ചോദിച്ചു, അല്ല ഹാജിയാരെ നിങ്ങൾക്ക് മൈനർച്ച് പറ്റുമോ? അബദ്ധ ഹാജിയാരെ മറുപടി ഞാനിത് വായിക്കുന്നത്, സുന്നികൾ വലിയ ചാപ്പാട്ട് രാമന്മാരാണ്, ഞങ്ങൾക്ക് ആ പരിപാടിയൊന്നും ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നത്, മൗലവിമാരാണ് ഏറ്റവും വലിയ ചാപ്പാട്ട് രാമന്മാർ. അതിന്റെ തെളിവെന്താണ്? ഇതാ വെട്ടം അബ്ദുൽ വഹാബിയെ കുറിച്ച് നിങ്ങളുണ്ടാക്കിയ മൗലിദാണിത് കേരള നേതൃത്വം മുജാഹിദീൻ. ഇതിന് അദ്ദേഹത്തോട് ഒരാൾ വന്നിട്ട് ചോദിക്കുന്നു, അല്ല മൈലിനെ തിന്നാൻ പറ്റുമോ? അപ്പൊ ഇയാളെ മറുപടി എന്താണ്? ഞാൻ വായിച്ചത് കേട്ടോ. ഹാജിയോട് ഉമർക്കുട്ടി ഒരിക്കൽ ചോദിച്ചു, മൈലിനെ തിന്നാൻ പറ്റുമോ? ഉടനെ തന്നെ ഹാജിയുടെ പ്രതികരണം, അതിന് നിങ്ങളത് തന്നു നോക്കിയോ? അല്ല, നിങ്ങള് മൈലിനെ തിന്നാൻ പറ്റുമോ ചോദിച്ചത് ഉപര മറുപടി മസാല പറയില്ല, നിങ്ങളത് തന്നു നോക്കിയോ? അങ്ങനെ മൈലേക്ക് സംഘടിപ്പിച്ചു. സുബഹാനല്ല, കുറച്ച് പണിയെടുക്കേണ്ടി വരും. കാരണം എന്താ, എപ്പോഴും കിട്ടാത്ത സാധനമാണല്ലോ. വളരെ തേടി പിടിച്ച് ഈ സാധുക്കൾ മൈലിന്റെ ഇറച്ചി സംഘടിപ്പിച്ചു. അങ്ങനെ എന്തായി, അത് തിന്നിട്ട് ഹാജി പറഞ്ഞു, ഇതിന് നല്ല കോഴിയുടെ രുചിയാണല്ലോ. അവ മൈലർക്ക് നല്ലോണം ചാപ്പിട്ടിട്ട് ഊപ്പറ അഭിപ്രായമാണ്, ആ നല്ല കോഴിയത്തിന്റെ രുചിയാണല്ലോ. ഈ രൂപത്തിലുള്ള തീറ്റപ്പൊടിയന്മാരാ ഈ മൗലവിമാര്. അത് മൈലർച്ചിയായാലും കുഴപ്പമില്ല, ഏതൊക്കെയായാലും കുഴപ്പമില്ല. അങ്ങോട്ട് ഞാനിത് പറയുന്നത് തന്നെ എന്തിനാണോ നിങ്ങള്, ഈ രൂപത്തിലുള്ള തീറ്റപ്പൊടിയന്മാരാണ് മൗലവിമാർ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇനി നിങ്ങൾ നോക്കൂ, ഞാനിത് പറഞ്ഞു വരുന്നത് ഇങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാകാൻ പറ്റുന്ന കാര്യമാണ്. ഈ മൗലവിമാർ തിന്നുന്നത് മുഴുവൻ സമമാണ്. ഇൻഷാ അല്ലാഹ് ഇവിടെ തെളിയിക്കാൻ പോകുന്നത് ഫൈസൽ മൗലവി എന്ന ആ മനുഷ്യനും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും ഇന്നും പുതുപ്പറമ്പിൽ വെച്ച് ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ ആദർശപ്രകാരം സമമാണ് എന്നാണ് ഇൻഷാ അല്ലാഹ് ഇത് തെളിയിക്കാൻ പോകുന്നത്. അതിനാണ് ഞാൻ ആദ്യം ഒരു ചോദിച്ചത്, നിങ്ങൾ ഓരോ ദിവസവും പരിപാടി വെക്കണം. അതെന്താണെന്നറിയോ, ജനങ്ങൾ നിങ്ങളുടെ ബുദ്ധിത്വങ്ങൾ മനസ്സിലാക്കട്ടെ, ജനങ്ങൾ വിലയിരുത്തട്ടെ. നിങ്ങൾ ആരാണ് ചീത്തക്കൊടിയന്മാർ എന്ന് ജനങ്ങൾ മനസ്സിലാക്കട്ടെ. ഇവർക്ക് മൗലികളെ കളിയാക്കാൻ നല്ല സുഖം. മൗലിക അത് വെച്ചാണെന്ന് പറയാൻ വലിയ എന്തൊരു വിശാലാണെന്നറിയോ. വേറെ പോലുണ്ട് കേരള അബ്ദുൽ ലത്തീഫ് മൂപ്പരി സൃഷ്ടിക്കപ്പെട്ടതെന്ന് മൗലിക ചോദിക്കാൻ വേണ്ടിയാണ്. ഒന്ന് കേൾപ്പിച്ചെടുത്ത് യാ നബി സലാമെന്ന് കളിയാക്കിക്കൊണ്ട് അദ്ദേഹം പാടിയൊരു പ്രത്യേകം സലാമാ മൗലൂദിന് ഇടല്ലേ. നബിനെ വിളിച്ച് സലാജല്ല, നമ്മള് നബിനെ കണ്ടോടുന്നതിന് യാ നബി സലാമലൈക്കും അത് സലാമാ. അങ്ങനെയുണ്ട്. ഞങ്ങളെ കണ്ടോടുന്നത് എന്ത് അനീബ് സലാമലൈക്കും. അനീബ് വായി മൗലയ്ക്ക് കേരിക്ക് ബന്ധലാണ് അല്ലേ? നിങ്ങൾ സലാമെന്ന് പറയാ ആണോ? നിങ്ങൾ പറഞ്ഞു ഇങ്ങനൊരു മനുഷ്യൻ ഒരാളെ കണ്ടോടുന്നത് അജരെ സലാമലൈക്കും, കുട്ടികളെ സലാമലൈക്കും, പെണ്ണുങ്ങളെ സലാമലൈക്കും. ഇങ്ങനെ സലാമല്ലേ തന്നെ? ഇതിന്റെ പേരാ സലാമ്? ഇത് ഇസ്ലാം പഠിപ്പിച്ച നമ്മളെ പൈസലിന്റെ നേതാവാണ്. പൈസലിന്റെ നേതാവാണ് ഇയാൾ. ഏത് ഹദീസാണ് നോക്കിയത്? ഏത് ഖുർആനാണ് നോക്കിയത്? ഹദീസിനും ആയത്ത് ആ ചരിത്രത്തിനും എടുത്തു നോക്ക്. നബിയോട് പാട്ടുപാടിയിട്ട് സലാം പറഞ്ഞ സഹാബികൾ എത്രയാണ്? ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു വരെ അതിന് അംഗീകാരം കൊടുത്തത് കിതാബുകളില്ലേ? ബഷീർ റളിയല്ലാഹു അൻഹു പാടിയതില്ലേ? ഹസ്സാൻ ഇബ്നു സാബിത്തിന്റെ ബൈത്തിലതില്ലേ? എന്നിട്ട് അദ്ദേഹം കളിയാക്കുന്നത് കണ്ടില്ലേ? ഞാൻ പറയുന്നത് ജനകീയ മൗലിദ് നടത്തിയപ്പോ ഫൈസലിന് എവിടത്തെ ഉയർത്തുപോയി. അതിന്റെ അടയാളമാണ് അദ്ദേഹത്തിന്റെ ആ ദശകം അറിയിക്കുന്നത്. എന്തോ പായസമുണ്ടാക്കിയായി ഒന്ന് ഒരു പ്രശ്നം. രണ്ടാമത്തത് മൗലിദ് ശരിയായില്ല. ഈ മൗലവി അത് പാടുന്ന കേട്ടത് നിങ്ങൾ പേടിക്കണ്ട, കാരണം അയാൾ ഖുർആനി അങ്ങനെ തന്നെ പരിഹരിച്ചു.
പരിഹസിക്കരുത്. കുഞ്ഞായികൾ കാഫിറിനെ പരിഹസിക്കുന്നത് നമ്മളാളുകൾ നമ്മളെ ഖുർആൻ ഓതാൻ പഠിപ്പിച്ചു. എന്തിനറിയോ? ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ ഖുർആൻ ഓതൂല. അന്നെന്തേ ഓതുള്ളൂ ഒരു മൗലൂദ്. അന്ന് മൗലൂദ ഓതുക. എല്ലാ മൗലൂദും നമുക്കറിയാം. മിക്ക ആളുകൾക്കും മൗലൂദ് അറിയാം. പക്ഷേ ഒരു ഖുർആന്റെ ആയത്തേരെ അറിയുള്ളൂ. അറിയോ? ഇതാജ പിന്നെ തബ്ബത്ത് പിന്നെ വല്ലസർ. കുയ്യായികൾ കാഫിറിനോടിയാ പറ്റും. എന്താ? കുയ്യായികൾ കാഫിറുല്ലാബിലുമാ കാബിലുലാന്തും ഇതെവിടെ നിർത്തേണ്ടി ഒരു വൃത്തം ഉണ്ടാവില്ല. വലാനാബിലും മാപത്തും വലാ അൻതും ആബിദിനെ മാബുദ് നീട്ടിയൊക്കെ നോക്കും. പക്ഷേ ഒരു പുറത്തും ഉണ്ടാവില്ല. അവസാനം നിർത്തല് അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹാക്കിമീൻ. അള്ളല്ലേ വിധികർത്താവ് വിധി എന്തിന്റെ പേരിലായാലും ആയത്തുകൊണ്ട് കളി കളിക്കാൻ പറ്റുമോ? ഇയാളാണ് പറഞ്ഞതെന്തോ മുസ്തഫ് മുകളിൽ വെക്കണമെന്ന് പഠിപ്പിച്ചത് ഇബ്ലീസാണ്. ഞാനെന്റെ പ്രസംഗത്തിന്റെ ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ അത് കേൾപ്പിച്ചിട്ട് നമ്മുടെ ഫൈസൽ അത് കേൾക്കുകയോടും കഴിയില്ല. എന്റെ പേര് പറയുന്നത് മാത്രമല്ല, പിന്നെ പറയുന്നതൊക്കെ എഴുതണം. ഓടിനോക്കൂ നിങ്ങൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ. ഞാൻ പറഞ്ഞല്ലോ, ആരാ തീറ്റക്കൊടിയന്മാരിന് തെളിയിക്കുകയാണല്ലോ നമ്മുടെ ഒന്നാമത്തെ ലക്ഷ്യം. ജനകീയമായിരുന്നു പായസം ബാക്കിയായതാണല്ലോ പ്രശ്നം. നോക്കൂ നിങ്ങള്, ഫൈസൽ മൗലവി കഴിക്കുന്ന ഇറച്ചി അത് മൂപ്പർക്ക് തവറാണോ അതോ ഹലാലാണോ എന്ന് പരിശോധിക്കാം. ഞാൻ നമ്മുടെ സ്വാഗത പ്രസംഗത്തിൽ ഉസ്താദിനൊക്കെ ഇവിടെ ചോദിച്ചിരുന്ന ഒരു ചോദ്യമുണ്ടായിരുന്നു. അതെന്താണ്? സുന്നികൾ അറുത്തത് തിന്നാൻ പറ്റുമോ? സുന്നികൾ അറുത്തത് തിന്നാൻ പറ്റുമോ? അതെന്തിനാ ചോദിച്ചത് അറിയോ? അതിന്റെ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. ഫൈസൽ മൗലവിക്ക് മനസ്സിലായിട്ടില്ലേ? ഇല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കി തരാം. സുന്നികൾ എന്ന് പറയുന്നത് ആരാ? ശിഹാബികളെ കുറിച്ച് നിങ്ങൾ എഴുതിയില്ലേ? 2007 മാർച്ചിൽ അദ്ദേഹം മുസ്ലിംകാണ് എന്ന് നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതിയില്ലേ? പാണക്കാട് ശിഹാബികളെ കുറിച്ച് എഴുതി. ഓപ്പി ഉസ്താദും ഉസ്താദും അനുയായികളും മുസ്ലിംകാണ് എന്ന് എഴുതി. എന്നല്ല, മുഹിയുദ്ദീൻ ശേഖനെ ഒരു വട്ടം വിളിച്ചാൽ 4 വട്ടം കാസറാകും. കുത്തുബിയത്ത് അത് 1000 വട്ടം ചെല്ലുമ്പോഴേക്ക് 4000 വട്ടം കാസറാകും എന്ന് പരസ്യമായി എഴുതി വെച്ചവരല്ലേ മുജാഹിദ് നേതാക്കൾ. അവ സുന്നികൾ മുസ്ലിംകാരനിൽ എനിക്ക് തർക്കമല്ല. അതുകൊണ്ടാണ് നമ്മൾ ചോദിച്ചത് മുസ്ലിംകാർക്ക് തിന്നാൻ പറ്റുമോ? ഫൈസൽ മൗലവി ചോദിച്ചു. കാരണം എന്താ? അത് ഇന്നത് പറഞ്ഞാൽ കുരുപ്പറമ്പിൽ നടത്തില്ല. കാരണം നാളെ ഇറച്ചി വാങ്ങാൻ വേണ്ടി അവർ ഇറച്ചി അതാരാ ഇറച്ചത്? അത് കുത്തുബിയത്ത് എഴുതുന്ന കൊല്ലാത്ത അല്ലെങ്കിൽ നമ്മളെ ഉസ്താദുമാര് അല്ലെങ്കിൽ കുത്തുബിയത്ത് പറ്റെന്ന് പറയുന്ന ആളുകൾ ഇവരർത്ഥ ഒന്നാമത് ഇറച്ചി അത് അങ്ങനെ അർത്ഥ കൊണ്ടുപോകുമ്പോ ഫൈസൽ മൗലവിക്ക് ഒരു പേര്. അപ്പൊ അതുകൊണ്ട് തന്നെ മൂപ്പര് പറയുന്നത് പറ്റും എന്ന് കേട്ടോളൂ. സുന്നികൾ അർത്ഥം പറ്റോ ഇല്ലേ? അദ്ദേഹം പറ്റുമെന്നാണ് പറയുന്നത്. അത് കേൾക്കുക. എന്നിട്ട് അൽമനാർ കൈ പിടിച്ചുകൊണ്ട് അദ്ദേഹത്തോട് രണ്ട് ചോദ്യം ചോദിക്കാറുണ്ട്. അത് അദ്ദേഹത്തിന്റെ മറുപടി ഒന്ന് വിളിച്ചു. പറഞ്ഞു പറ്റും മൂപ്പര് ഇവിടുന്ന് മൂപ്പര് പറയും എന്നാ പറഞ്ഞു പറഞ്ഞോളൂ. അതുകൊണ്ട് പറഞ്ഞോളാം. എവിടെ പറയുന്നത്? അവന് പറഞ്ഞോളാ. അല്ല ഞാൻ നഷ്ടപ്പെട്ട തോന്നുന്നുണ്ടോ? അത് രണ്ടാമത്തെ തോന്നുന്നുണ്ടോ? അത്ര പറഞ്ഞോളൂ. ഞാൻ അടുത്ത രണ്ടാമത്തെ പറഞ്ഞോളൂ. അപ്പോഴാണ് അറിയിച്ചോളാം. ഒരു പ്രാവശ്യം ഒരു അർത്ഥം കൂടി ഒന്നുകൂടി ആവർത്തിക്കാൻ അർത്ഥം തിന്നാൻ പറ്റും. അതിനത് പുതുപ്പറമ്പാണ് പറയട്ടെ. എന്താ മനസ്സിലായത്? സുന്നികൾ അർത്ഥം തിന്നാൻ പറ്റുമെന്ന് ഫൈസൽ മൗലവി. എന്നാൽ എന്റെ കയ്യിലുള്ളത് അൽമനാറാണ്. ഫൈസൽ മൗലവി പരീക്ഷത്തുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്റ്റേജിലേക്ക് പച്ച മലയാളത്തിലുള്ള അൽമനാറാണ് എന്റെ കയ്യിൽ. 1980 ജനുവരി മാസത്തെ അൽമനാർ. ഈ അൽമനാറിൽ എന്താ പറഞ്ഞത്? സുന്നികൾ മുസ്ലിക്കുകളാണ് എന്നെങ്കിൽ തർക്കമില്ല മുജാഹിദുകൾക്ക്. എന്നിട്ട് അവർ പറയുന്നു മുസ്ലിക്കറുത്തതും മലിനമാണ്, അതുകൊണ്ടാണത് രണ്ടും വിരോധിച്ചത്. അപ്പോൾ ശരിക്കു ചെയ്തവൻ അറുത്ത മാംസം ശബത്തിന്റെ വിധിക്കർഹമാണ്. ഇനി അല്ലാഹുവിന്റെ പേര് ഉച്ചരിച്ചിട്ടുണ്ടെങ്കിലും ശരി, കാരണം അവരുടെ വിസ്തുതല്ല സ്ഥാനത്താണ്, അതിനൊരു പ്രതിഫലവുമില്ല. എന്തായി? മുസ്ലിക്കാരെന്ന് നമ്മൾ പഠിപ്പിക്കുന്ന ആളുകൾ അവർ വിസ്തു വെള്ളി അർത്ഥാലും അത് സ്ഥലമാണ്, അത് മലിനമാണ്, തിന്നാൻ പറ്റില്ല. അല്ലനാർ ഈ അല്ലനാർ കയ്യിൽ പിടിച്ച
എന്നിട്ട് ഫൈസൽ മൗലവി വെല്ലുവിളിക്കുന്നു, നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം വരുമ്പോ ഇതിന് മലയാളത്തിൽ ഒന്ന് വായിച്ചു കൊടുക്കുന്നത് പറയുമ്പോൾ ജനങ്ങൾ തീരുമാനിക്കട്ടെ. അതാണ് നമുക്ക് പറയാറുണ്ട്. അൽമര 1980 28 കൊല്ലങ്ങൾക്ക് മുമ്പ് അൽമരാവിൽ എഴുതി എന്ത് പിന്നുകൾ ജിസ്മി കൊണ്ട് നടത്താൻ തിന്നാൻ പറ്റില്ല, കാരണം ജിസ്മി കൊല്ലിൽ അസ്ഥാനത്താണ്, അതുകൊണ്ട് അത് ചുരുക്കാണ് എഴുതി വെച്ചില്ലേ നിങ്ങൾ. എന്നിട്ട് ഫൈസൽ എന്താ പറഞ്ഞത്? പറ്റും, ഇത്തരം പറ്റും. ഇതാണ് വൈരുദ്ധ്യം. മനസ്സിലായല്ലോ? ഒരു ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഫൈസൽ മൗലവി പറയുന്നു പറ്റും, അൽമരാർ പറയുന്നു ജിസ്മി കൊല്ലുവാനും പറ്റില്ല, അല്ലാതെ പേര് പറഞ്ഞാലും പറ്റില്ല. ഇതന്നെ വിചാരി, ഇത് തന്നെയാണ് വിചാരി എന്ന് മനസ്സിലാക്കട്ടെ ജനങ്ങൾ. അത് തന്നെയാണ് ആവശ്യം. എന്നിട്ടതാ ഇതിന്റെ വേറൊരു സ്ഥലത്ത് പറയുന്നു. നോക്കൂ, വേറൊരു ചെറുകട്ടെ ചെറുക്ക് കേട്ടോ. ചെറുക്ക് ചെയ്യുന്നവരുമായുള്ള വിവാഹബന്ധവും അവരറുത്ത മാംസം ഭക്ഷിക്കലും അവർക്ക് മയ്യത്ത് നമസ്കരിക്കലും അവരെ തുടർന്ന് നിസ്കരിക്കലും അനുവദനീയമല്ല. അവർ തൗബ ചെയ്ത് മടങ്ങുന്നതുവരെ പ്രാർത്ഥനയും ആരാധനയും അവർ മാത്രമാക്കുന്നത് വരെ. അപ്പൊ എന്തൊക്കെ പറ്റാത്തത്? എന്തൊക്കെയാണ് പറ്റാത്തത്? ഒന്ന്, അവർ അറുത്ത മാംസം ഭക്ഷിക്കാൻ പറ്റൂല. ഫൈസൽ എന്താ പറഞ്ഞത്? പറ്റും. ഫൈസൽ മൗലവി എന്താ പറഞ്ഞത്? പറ്റും. അല്ലാതെ എന്താ പറയുന്നത്? പറ്റുകയില്ല. ഇനി ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഏതാണ് മുജാഹിദ്? നൈസർക്കുട്ടി പറഞ്ഞതാണോ അതോ നമ്മുടെ അൽമരാർ പറഞ്ഞതാണോ? നൈസർക്കുട്ടിന്റെ അദ്ദേഹം പല പ്രാവശ്യം സ്വന്തം പറഞ്ഞതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞിരുന്നത്. അല്ലാതെ അദ്ദേഹം നൈസർക്കുട്ടിയാകാൻ യോഗ്യത ഉണ്ടായിട്ടല്ല. മനസ്സിലാക്കാൻ പാടില്ല. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഒരുപാട് വേറെ കൂടി പറയും, വിവാഹബന്ധവും പാടില്ല, വിവാഹബന്ധവും പാടില്ല. ഫൈസൽ മൗലവി, നിങ്ങൾ പുതുപ്പറമ്പിലെ മുജാഹിദുകളുടെ ഭാര്യമാരെ കുറിച്ച് അന്വേഷണം നടത്തട്ടെ. ഇപ്പൊ രാജ്യത്തെ സ്വാമിയാരെ കുറിച്ച് അന്വേഷണമാണല്ലോ. അക്കൂട്ടത്തിൽ ഭാര്യമാരുണ്ടോയെന്ന് അന്വേഷിക്കും. എന്തുകൊണ്ട് ഇതിൽ പറയുന്നത് ഹിന്ദുകൾ മുസ്ലിക്കുമായി വിവാഹബന്ധം പാടില്ല. നമ്മളെ ഫൈസൽ മൗലവിക്കാരിച്ച പണി കേൾക്കേണ്ട നിങ്ങൾക്ക് മൂപ്പര് നന്നാവാനോ വേറൊരുക്കാരനൊക്കെ ആക്ഷേപിക്കാനുള്ള ചില വഴികളൊക്കെ അദ്ദേഹം കണ്ടെത്തുന്നുണ്ട്. വെറുതെ പറയിപ്പിക്കരുത്. ഫൈസൽ മൗലവിയോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങള് വേണ്ടെടുത്ത പാത്രപ്പുറായി വെച്ച് ഒരു നികാഹിന് കാരണത്വം വഹിച്ചത് ഓർമ്മയുണ്ടോ? ഫൈസൽ എന്താ സംഭവം? ഈ പുതുപ്പറമ്പിലുള്ള ഒരു മുജാഹിദ് പ്രവർത്തകൻ, ആ മുജാഹിദ് പ്രവർത്തകൻ ഫൈസലിന്റെ സുഹൃത്താണ്. ഈ മുജാഹിദ് പ്രവർത്തകന് സുന്നി കുടുംബത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ കെട്ടിച്ചോടുക. അത് പാടില്ല. അതൊന്നിച്ച് സുന്നികളെ കെട്ടാൻ പാടില്ല എന്നുള്ളത് വിധിച്ചു. അതേതായാലും ഹലാല. എന്നിട്ട് എന്താ ചെയ്തെന്നറിയോ? ഈ പെൺകുട്ടിയുടെ വലിയും രക്ഷാധികാരിയുമായ ആ പെൺകുട്ടിയുടെ ആങ്ങള ഈ പെൺകുട്ടിയുടെ വീട് അന്വേഷിച്ചോ ഇരുന്നല്ലൂർ പാലാനില്ല. അങ്ങനെ ആ പെൺകുട്ടിയുടെ വലിയ വയസ്സുള്ള പ്രായപൂർത്തിയായ ആങ്ങളമാരും അതുപോലെയുള്ള ആളുകളും അവിടെ ഉണ്ടായിരിക്കെ വീട്ടുകാരറിയാതെ ഈ പെൺകുട്ടിയുടെ വളർത്തുപിതാവി എന്ന് പേരിടപ്പെടുന്ന ഓരോ ഒരു മനുഷ്യൻ ഇവിടെയുള്ള ഒരു പ്രവർത്തകന്, മുജാഹിദ് പ്രവർത്തകന് വിവാഹം ചെയ്തു കൊടുത്തു. ആ വിവാഹത്തിൽ ആരാ കാർമികത്വം വഹിച്ചത്? മിസ്റ്റർ ഫൈസൽ. ഞാൻ പറയുന്നു, ഇത് വിധികാരത്തിനുള്ള അനുവാദം കൊടുക്കലില്ല. ഒരു പെൺകുട്ടിയെ ഒരാൾ നോക്കി വളർത്തി എന്നതുകൊണ്ട് ഒരു ബന്ധവുമില്ലാത്ത ആൾക്ക് കെട്ടിക്കൊടുക്കാൻ പറ്റും. ആയത്തോടെ നിങ്ങൾ ജനങ്ങളെ ഭിന്നപ്പെടുത്തുക, തൗഹീദ് ഭിന്നപ്പെടുത്തുക. അതുകൊണ്ട് തന്നെ ഞാൻ വ്യക്തമായി പറയുന്നു, അതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തും. ഞങ്ങൾ അതിന്റെ മുതൽ ജഡ്ജി വരെ അന്വേഷിച്ചിട്ടുണ്ട്. കാരണം എന്തുകൊണ്ട് വ്യഭിചാരത്തിന് സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോ അതിനെതിരെ ഈ പുതുപ്പറമ്പിൽ വെച്ച് തന്നെ ഞങ്ങൾ പറയും. പ്രിയപ്പെട്ട ഫൈസൽ മൗലവി പറയൂ, നിങ്ങൾ ആ പെൺകുട്ടിയെ പാവപ്പെട്ട മുജാഹിദ് പ്രവർത്തകന് നിങ്ങൾ കാർമികത്വം വഹിച്ച് വിശ്വാസം ചെയ്തു കൊടുത്തില്ലേ? ആരാ വിശ്വാസം ചെയ്തു കൊടുത്തത്? പെണ്ണിന്റെ പിതാവാണോ? അല്ല. ആങ്ങളാണോ? അല്ല. ഒരു ബന്ധവുമില്ലാത്ത ഇവരെ നോക്കി വളർത്തിയ വ്യക്തിപുത്രി എന്ന പേരിൽ നിങ്ങൾ നടത്തിക്കൊടുത്ത വിശ്വാസം ഇസ്ലാമിലതിന്റെ നിയമമല്ല എന്ന് പറഞ്ഞു കൊടുത്തു. നിങ്ങൾ പേരോടൊപ്പാടിനെ പഠിപ്പിക്കുക. എന്താണ് ഇതിന്റെ നിയമം? എന്താണ് നിയമം? പറ്റുമോ? വ്യഭിചാരത്തിനുള്ള സർട്ടിഫിക്കറ്റല്ലേ ഏറ്റവും ചുരുങ്ങിയത്? നിങ്ങൾ ആ പെൺകുട്ടിയെയും ആ മുജാഹിദ് പ്രവർത്തകനെയും പോയിട്ട് ഇനിയെങ്കിലും ഹലാലാക്കി കൊടുക്കണം. ആ കുട്ടിയുടെ ആങ്ങളയുണ്ടവിടെ ഒന്നുകൂടി മുഖ്യമന്ത്രി ചെയ്തു കൊടുത്തു. വ്യഭിചാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്ത്. എന്തിനു ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കണം?
അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതാണ് സഹിക്കുന്നവരും ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ പുതുപ്പറമ്പിന് തല ഉയർത്തി ജീവിക്കാനാകാത്ത അധികാരം. കാരണം എന്താണ്? ഈ രൂപത്തിലുള്ള വിദ്യുത്തങ്ങൾ മാത്രം എന്തെങ്കിലൊക്കെ ഒരു പെൺകുട്ടിയെ മുജാഹിദാക്കാൻ അവസരം കിട്ടുമ്പോൾ പോയി ചോദിച്ചാൽ കൊടുക്കല. ആ കുട്ടിക്ക് വലിയുണ്ടോ രക്ഷിതാവുണ്ടോ എന്ന് അന്വേഷിക്കണ്ടേ? ഇതാ വീട്ടുകാർ കാര്യം പറയുന്നത് എപ്പോഴാ? കുറേ ദിവസം കഴിഞ്ഞ് കുട്ടികൾ കാണുന്നില്ല. അന്വേഷിച്ചപ്പോ വേറെ വീട്ടിൽ തിരിഞ്ഞു പോയതാണ്. അവസാനം നോക്കുമ്പോൾ പൈസ മോളിൽ വന്നിട്ട് വേറെ ഒരാൾ ചിന്താ ചെയ്ത് കൊടുത്താണ്. ഒരു വഞ്ചിന്റെ ആവശ്യം. അപ്പോ അന്വേഷിച്ചപ്പോ മുജാഹിദാണ് ഈ വളർത്തും പിതാവ്. അദ്ദേഹം പറഞ്ഞ മറുപടി, അത് വളർത്തുന്ന ആ ചിന്താ ചെയ്ത് കൊടുക്കാം. അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടാ ഈ പൈസ മോളിൽ പറയാം. അതിന്റെ മാനദണ്ഡം പഠിപ്പിച്ചു കൊടുക്കട്ടെ ജനങ്ങൾ. അതുകൊണ്ട് ഇവിടെ വായിച്ചപ്പോ ഞാനത് പറഞ്ഞതാ. നോക്കൂ നിങ്ങള്, അപ്പോ വിവാഹബന്ധം പാടില്ല, പിന്നെ അടുത്ത മാംസം ഭക്ഷിക്കാൻ പാടില്ല, മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല, അവരെ തുടർന്ന് നിസ്കരിക്കാൻ പാടില്ല. ഇത് പറമ്പിൽ ഏതെങ്കിലും മുജാഹിദുകാരൻ നമ്മുടെ പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നുണ്ടോ? അല്ലനാരാ പറയുന്നത് പാടില്ല. എന്തായി അച്ഛന് ഒന്നുകൂടി വരണമെന്നല്ലേ പറഞ്ഞത്? ശരി, ഇറച്ചിയാന്നൊരു നിർത്തിക്കോ. അൽമനാർ പറയുന്നത് സ്ഥലമാണെന്നാണ്. സ്ഥലമാണെന്നാണ്. സ്ഥലം തിന്നുന്നത് ഞാൻ ബാക്കി പറയുന്നുണ്ടല്ലോ, എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ഫൈസൽ മൗലവി കഴിഞ്ഞില്ല ഒന്നാമത്തെ ചോദ്യത്തിൽ തന്നെ നിങ്ങളെ ജനങ്ങൾ വിലയിരുത്തിപ്പോയി. ചോദ്യം അതേ ചില്ലുകളർത്ത് തിന്നാൻ വെച്ച് മറുപടി പറ്റും. അൽമനാർ പറയുന്നു പറ്റില്ല എന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ. മൗലവി തിന്നുന്നത് സ്ഥലമാണോ അതോ ഹലാലായതാണോ? രണ്ടാമത്തെ ചോദ്യമേതാണ് ഞാൻ ചോദിച്ചിരുന്നത്. ഫൈസൽ മൗലവി ഏത് പക്ഷത്താണ്? ഇപ്പോൾ ഔദ്യോഗിക ഗ്രൂപ്പ് 1, 2, 3 ഗ്രൂപ്പായി തല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഏത് ഗ്രൂപ്പ് സുഹൃത്തുക്കളെ? മടവൂരും നമ്മുടെ ആരും ചങ്ങരങ്ങളും ഗ്രൂപ്പും അല്ല. അത് തല്ലു കഴിഞ്ഞു. ഇപ്പൊ വലിയതല്ല അപ്പ നടന്നുകൊണ്ടിരിക്കുന്നത്. തിരുവിതിരൊക്കെ അടിച്ചിട്ട് പള്ളിയൊന്ന് പോയി. തൗഹീദിന്റെ ആളുകളല്ല, 2 തൗഹീദ് ആളുകൾ അടിച്ചടിച്ച് പള്ളിയൊന്ന് ചെയ്തു. ആരാ ഹസീബിനാണ് തർക്കം? എന്നിട്ട് ഞങ്ങളെ തല്ലിപ്പിക്കാൻ നോക്കും. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആ പരിപ്പ് പുതുപ്പറമ്പിൽ ഇതാകാൻ പോകുന്നില്ല. സുന്നികളിൽ തർക്കമുണ്ടായിട്ടുണ്ടാവില്ല, അതിനിവിടെ ആർക്കും തർക്കമില്ല. പക്ഷേ അതല്ല വിഷയം. സുന്നത്തിനുമായിട്ടും മുജാഹിദും തർക്കത്തിലിരിക്കുന്ന വിഷയമാണ് ചർച്ച ചെയ്യേണ്ടത്. നിങ്ങളെ തോന്നിവാസമല്ല. നോക്കൂ നിങ്ങള്, നമ്മൾ ചോദിച്ചു ഫൈസൽ മൗലവി നിങ്ങൾ ഏത് വശത്താണ്? ഔദ്യോഗിക ഗ്രൂപ്പ് തന്നെ ആ വിഷയത്തിൽ 2 എണ്ണമാണ്. അഥവാ ജക്കരിയ മൗലവി പറയുന്നു സിഹിരി പഠിക്കും, അതുപോലെ തന്നെ ജിന്നിനെ വിളിക്കാം, ജിന്നിനോട് സഹായം തേടാം. വിജനമായ സ്ഥലത്തുകൂടി നടന്നുകൊണ്ടിരിക്കുമ്പോ ജിന്നിനെ വിളിച്ച് സഹായമർപ്പിക്കാം എന്ന് ജക്കരിയ മൗലവി പാടില്ലെന്ന് നിങ്ങളുടെ നേതാക്കൾ തന്നെ. ഇതിൽ നിന്ന് നിങ്ങൾ ഏത് പക്ഷത്താണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി, 2 പക്ഷമൊന്നുമില്ല, ഞങ്ങൾ ഒന്നാണ്. ആ മറുപടി ഒന്ന് കേട്ടോ നിങ്ങൾ. എന്നിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം 2 ഗ്രൂപ്പുണ്ടോ ഇല്ലെന്ന് നോക്കാം. എന്താ സംഗതി? ഇപ്പൊ ഇതിനൊപ്പം കൂടി കഴിഞ്ഞ വാക്കുകൾ ഇപ്പൊ ജില്ല അന്ന് ഞാൻ പറഞ്ഞു അത്യാവശ്യം ഇവിടെ കൃത്യമായ വിഷയം ചെയ്യുക. ഇത് മുമ്പ് പോലും പൈസയിപ്പോ ഞാൻ തങ്ങൾ 2 വർഷ ഔദ്യോഗിക 2 വർഷ ഔദ്യോഗികല്ല. ജനങ്ങളോട് പാകിസ്ഥാൻ ഉത്തരം കിട്ടുന്നതായി വെള്ളാസനായി കണ്ടുപറഞ്ഞെങ്കിൽ അത് തന്നെയാണ് ഇപ്പോഴും പറഞ്ഞത്. പിന്നെ ഇന്ത്യ മാറുന്നത് ഒന്നും മാറിയില്ല. മാത്രമല്ല ഭൗതികം അഭൗതികം കാര്യകാല ബന്ധങ്ങൾക്ക് അതീതവും അതീതവും കഴിഞ്ഞ ഇവിടെ വെക്കം പിടിച്ചവരുടെ വിഷയത്തിന് വിശദമായ കാര്യം വിശദീകരിച്ചാൽ ഞാൻ കഴിഞ്ഞ മാസത്തിൽ പറഞ്ഞു. മുമ്പ് രാവിലെ വിളിച്ചു അതിന് വിളിച്ച് കഴിഞ്ഞ മാസം മുസ്ലിംകളോട് എളുപ്പത്തിൽ പറയാ അന്ന് വിജയിച്ചപ്പോൾ എപ്പോഴത്തേക്കും പറയണം. എന്താ എന്നാലും 30 മുറ്റത്തുകൾ പോകുന്നുള്ളൂ. ആ വിളക്ക് തിരിയാൻ മാത്രമുണ്ട് എന്നെങ്കിലും മനസ്സിലാക്കാം. നാട്ടുകാരും പറഞ്ഞിട്ടുണ്ട്, വിഷയമാക്കാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്, നാട്ടുകാർ എളുപ്പമായി പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നാട്ടിന്റെ നോക്കാതില്ല ഇതില്ലാതെ ഒന്നേ ഉള്ളൂന്നാവശ്യം പറയുന്നത്. തൗഹീദ് എന്നേ ഉള്ളൂ. പക്ഷെ മുജാഹിദ് തൗഹീദ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം. അത് തെളിയിക്കാൻ പോവാ. മൂപ്പത് അയാളെ പടം പാടുക അവിടെ ജില്ലയിൽ നിന്ന് കൊട്ടുകൂടാതില്ല, മനുഷ്യന്മാരിൽ കൊട്ടുകൂടാതില്ല, മനസ്സിൽ കൊട്ടുകൂടാതില്ല. പക്ഷെ തർക്കമല്ല,
ജില്ലയെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു, മലത്തെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഒന്നിനെ കൊണ്ടുവന്നു. അപ്പൊ പറയാനുള്ളത് അല്ല, ഇപ്പൊ ടൗണിൽ കോണമില്ല. വീടിനെ നോക്കിക്കൊടുക്കാൻ നിങ്ങൾക്ക് കൂടിണ്ടാവണം. അപ്പുറത്ത് കൂലിയാവും മാത്രമേ അതൊക്കെയുള്ളൂ എന്ന് ചിന്തിക്കാറുള്ളൂ. നാട്ടുകാർ പഠിച്ചിട്ടുണ്ട്, പഠിക്കാനാണ് ഉത്സവം. എന്താ കേട്ടത്? ജക്കരിയാ സലാഹി പറഞ്ഞത് യാതൊരു വൈകിട്ടില്ല. അയാൾ പറഞ്ഞത് എപ്പോഴും ഒന്നാണ്, രണ്ടും ഒന്നാണ്. അപ്പൊ രണ്ടിന് മനസ്സിലായി, രണ്ടും ഒന്നാണെന്നാണ് ഇവർ പറയുന്നതെന്ന് നോക്കൂ നിങ്ങൾ. എന്നിട്ട് അത് ഒന്നാണോ അല്ലോ എന്ന് പരിശോധിക്കാം. രണ്ട് പ്രസംഗം നിങ്ങളൊന്ന് കേൾക്കൂ, അത് വൈരുദ്ധ്യമാണോ അല്ലോ എന്ന് പരിശോധിക്കാം. ജക്കരിയാ മൗലവി തന്നെ ആദ്യകാലത്ത് പറഞ്ഞു, ജിന്നിനോടോ മനസ്സിനോടോ ചോദിച്ചാൽ അത് പ്രാർത്ഥന തന്നെയാണ്. ജിന്നിനോട് ചോദിച്ചാലും മനസ്സിനോട് ചോദിച്ചാലൊക്കെ അത് പ്രാർത്ഥന എന്നാണ് പറയാം. അതേ മൗലവി പിന്നെ പറഞ്ഞു ഒരു പ്രാർത്ഥനയല്ല. രണ്ടും കേൾക്കാം. വൈരുദ്ധ്യമുണ്ടോ ഇല്ലേ എന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ. മൗലവി പറയുന്നു ഒറ്റ ഒന്നേ ഉള്ളൂ, അതിന് വൈരുദ്ധ്യമില്ല. നോക്ക, വൈരുദ്ധ്യം തന്നെ പരിശോധിച്ച് ആദ്യത്തെ പ്രസംഗിച്ചെടുത്തു. അതേസമയം മനുഷ്യരെ ഇതിനപ്പുറത്തുള്ള കാര്യങ്ങൾ ആരോട് ചോദിച്ചാലും അത് പ്രാർത്ഥനയാണ്. അത് ജിന്നിനോട് ചോദിച്ചാലും മനസ്സിനോട് ചോദിച്ചാലും മഹാത്മാക്കളോട് ചോദിച്ചാലും. എന്താ കണ്ടത്? മനുഷ്യതയിനപ്പുറത്തുള്ള കാര്യങ്ങൾ ആരോട് ചോദിച്ചാലും പ്രാർത്ഥനയാണ്. അത് ജിന്നിനോട് ചോദിച്ചാലും മനസ്സിനോട് ചോദിച്ചാലും പ്രാർത്ഥനയാണ് എന്നാണ് മൗലവി ഇവിടെ കിട്ടിയത്. എന്നാൽ അതേ ജക്കരിയാ സലാഹി പറയുന്നു, അദ്ദേഹത്തിന്റെ നാടുകൊണ്ട് മലക്കിനോടും ജിന്നിനോടും ചോദിച്ചാൽ അത് പ്രാർത്ഥനയല്ല. വിജനമായ സ്ഥലത്തുകൂടി നടന്നുകൊണ്ടിരിക്കുമ്പോ വിദ്യകളെ അല്ലാതെ അതിനോട് എന്നെ സഹായിക്കണമെന്ന് ചോദിച്ചാൽ അത് പ്രാർത്ഥനയല്ല. അത് ജിന്നിനോട് ചോദിച്ചാൽ പ്രാർത്ഥനയല്ല. പറയട്ടെ, രണ്ടാമത്തെ പ്രസംഗം വൈദ്യുതമില്ലെന്ന് ചോദിച്ചാൽ വൈദ്യുതന്റെ പരിശോധിക്കാം. ജിന്നുകളെ കൊണ്ട് ജോലി ചെയ്യിച്ചിരുന്നു, അവരോട് പല കാര്യങ്ങളും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അദ്ദേഹം ജിന്നുകളോട് പ്രാർത്ഥിച്ചുവെന്ന് ഖുർആനിലോ ഹദീസിലോ പറഞ്ഞിട്ടില്ല. അപ്പൊ സിംഹാസനം കൊണ്ടുവരുന്നത് പ്രാർത്ഥനയല്ല, അത് അഭൗതിക കാര്യമല്ലേ? അഭൗതിക കാര്യമല്ലത്. ജിന്നുകളെ സംബന്ധിച്ചിടത്തോളം അവരെ കയ്യിൽപ്പെട്ടൊരു കാര്യമാണ്. ബാക്കി പറഞ്ഞിട്ടോ. അതുപോലെ വിജനപ്രദേശത്ത് ഉണ്ടായേക്കാനിടയുള്ള ജിന്നുകളും മലക്കളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. അപ്പൊ ഒരു വിജനപ്രദേശത്ത് നിങ്ങൾ അകപ്പെട്ട യാ ഇബാദല്ലാ അയ്യൂനി, അള്ളാന്റെ അടിമകളെ എന്നെ സഹായിക്കൂ എന്നൊരു വാക്ക് ഉപയോഗിച്ചാൽ അവിടെ മറഞ്ഞിരിക്കുന്ന ജിന്നുകളോ മലക്കുകളോ ഒരു പക്ഷേ നിങ്ങളെ സഹായിച്ചേക്കാം. പക്ഷെ അത് അവരോട് പ്രാർത്ഥിച്ചു എന്ന് പറയാൻ പറ്റൂല. അള്ളാഹ് അങ്ങനെ നിശ്ചയിച്ചതാണ്. വിജനപ്രദേശത്ത് എന്റെ അടിമകൾ വൈദഗ്ധ്യം വന്നാൽ അവരെ സഹായിക്കണം. ഇത് വൈരുദ്ധ്യമാണോ? അദ്ദേഹം നമ്മൾ ജിന്നിനോടായാലും മനസ്സിനായാലും ചോദിച്ചാൽ അത് വൈരുദ്ധ്യം, അത് പ്രാർത്ഥനയാണ്. അതേ മനസ്സിനാ പറയുന്നത് പ്രാർത്ഥനയല്ല, പ്രാർത്ഥനയല്ല. ഒന്ന്, ഇത് വൈരുദ്ധ്യമാണെന്ന് ഫൈസൽ മൗലവി ചിന്തിച്ചില്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെല്ലുവിളിക്കുന്നു ഫൈസൽ മൗലവി, ഇത് നിങ്ങൾക്കിടയിലുള്ള ഭിന്നതയാണ്, ഇല്ല എന്ന് മനസ്സിൽ വെച്ചിട്ട് കാര്യമില്ല. ആൺകുട്ടിയാണെങ്കിൽ പറയൂ, നിങ്ങൾ ഏത് വെക്കാനുള്ളത്? വിജനമായ സ്ഥലത്തുകൂടി നടന്നു പോകുമ്പോ അല്ലാന്റെ അടിമകളെ എന്നെ സഹായിക്കണം എന്ന് പറയാൻ പറ്റുമെന്നാണോ? പറ്റുകയില്ല എന്നാണ്. ഏതാണ് മറുപടി? ഏതാണ് നിങ്ങൾ പറയുന്ന മറുപടി? കേൾക്കാൻ താല്പര്യം. എന്താണ് നീ പറയുന്ന മറുപടി? പറ്റുമെന്നാണോ പറയുന്നത്? പറ്റില്ല എന്നാ പറയുന്നത്. അതാണ് പറയേണ്ടത്. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ പറ്റും. വിജനമായ സ്ഥലത്ത് കൂടി നടന്നു പോകുമ്പോൾ ജിന്നുകളെ പിടിക്കാൻ പറ്റുന്നു. അതൊന്നും പറ്റുകയില്ല. രണ്ട് പറഞ്ഞാലും നിങ്ങൾ കുടുംബം പോകുന്നു. കാരണം വൈരുദ്ധ്യമാണ്. വൈരുദ്ധ്യമില്ലെന്ന് പറഞ്ഞതുകൊണ്ടാണോ? ഇല്ല. അടുത്തത് സിഹിർ പഠിക്കുകയില്ല. ജക്കരിയാ സലാഹി ആദ്യകാലത്തെ പ്രസംഗം കേൾപ്പിച്ചെടുത്ത് വൈരുദ്ധ്യം മരണം ചെയ്തു എന്ന വിശ്വാസം ഒരാളെ കുറിച്ച് നമുക്കുണ്ടായാൽ അത് നമ്മൾ തിരുത്തണം. അങ്ങനെ ഒരാളെ കുറിച്ച് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. തൗഹീദ് അനുസരിച്ച് ഇപ്പൊ ചില ആളുകൾക്ക് സംശയം, അത് ഫലിക്കോ ഫലിക്കൂലെന്ന് ചർച്ച ചെയ്യുന്നതിനാ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫലിക്കൂലാന്നല്ല നമ്മളെ വിശ്വാസം. അതനുസരിച്ച് നമ്മൾ നിന്നാ മതി. എത്ര ചെറുത്താന്മാരൊന്നിച്ച് സ്വീകരിച്ചാലും ഇപ്പൊ നമുക്ക് വെല്ലുവിളിക്കുന്നു. ഞങ്ങളൊക്കെ പൈസ ഇതിൽ പ്രസംഗിച്ച് നടക്കുന്ന ആളുകളാണ്. എന്നാൽ ഈ സീറന്മാർക്ക് ഞങ്ങൾക്കൊക്കെ ഇതിലൊക്കെ അന്ന് സ്വീകരിയിലൂടെ ആ വീട്ടിൽ പുറപ്പെട്ട് പാറാളിക്കത്തിലേക്ക് പറയാൻ വേറെ എവിടെയെങ്കിലും പോയി ഇറങ്ങൂടെ? പറയുന്ന അങ്ങനെയാണ്. യാത്ര പുറപ്പെട്ടാൽ തിരിച്ചു വിടാൻ കഴിയില്ല, ഒത്തിരി നിൽക്കാമെന്ന് പറയാം. അതുകൊണ്ട് എന്തെങ്കിലും കൂടാത്തം ചെയ്താലും പാറാളിക്ക് എന്തെങ്കിലും വേറെ എവിടെ പോയി ഇറങ്ങൂല. അന്ധവിശ്വാസത്തെ കുറിച്ച് പ്രസംഗിക്കാൻ കൊണ്ടാച്ചെന്നായി ഞാൻ അവിടെ എത്താനോ തട്ടിത്തിരിഞ്ഞ് എവിടെയെങ്കിലും എത്തണം വിചാരിക്കാൻ പോലെ. മാത്രമല്ല ഇസ്രായേലിൽ എന്നൊരു വലിയ സുഖം ചെയ്താൽ പോലെ. അറബ് രാഷ്ട്രങ്ങൾ ഒക്കപ്പാടെ കൂടി കോടിക്കണക്കിന് ഒരിക്കൽ ചെലവാക്കിയിട്ട് കഷ്ടപ്പെട്ടുകൊണ്ട് ഇസ്രായേലിനെ കൊണ്ട് ഇസ്രായേലിനെ ചെയ്യാൻ പോലെ.
അപ്പൊ സുഹൃത്തുക്കളെ, മറഞ്ഞ മാർഗത്തിലൂടെ കയറും ചെറും വരുത്താൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കൂ എന്ന് വിശ്വസിക്കുന്നവരാണ് സിഹിർ പഠിക്കോ പഠിക്കുമെന്ന് ചർച്ച ചെയ്യേണ്ട കാര്യം. മടിവെച്ചൊരാളെ വെല്ലുവിളിക്കും. സംഭവം മനസ്സിലായി. എന്താ പറഞ്ഞത്? സിഹിറ് അത് പരിശീലത്തോ, അതാണ് വിശ്വസിച്ചാ മതി. എനിയേട്ടോ അതേ നാടുകൊണ്ട് പറയുന്നു സിഹിറിൽ യാഥാർത്ഥ്യമുണ്ട്, സിഹിർ പരിശ്രമിക്കട്ടോ. പക്ഷെ എന്നാലും നമ്മളെ കൈസൽ മൗനം എന്ന് പറയും, ഞങ്ങളെ മൗനം പറയുന്നത് വൈരുദ്ധ്യം കേട്ടോ. എന്തല്ലത്? ചികിത്സിക്കേണ്ടത് വേറെ സ്ഥലത്താണ് മൗനവി. കേട്ടോ നിങ്ങൾ അതിന്റെ നേരെ വൈരുദ്ധ്യം അതേ നാടുകൊണ്ട് പറയട്ടെ. സിഹിറിൽ യാഥാർത്ഥ്യമുണ്ട്. അതുകൊണ്ടാണല്ലോ വൻ പാപങ്ങളിൽ ഒന്നായിട്ട് അതിന് എണ്ണിയത് അല്ലേ? ഒന്നാമത്തെ എന്താവും ശരിക്കും, രണ്ടാമത്തേതാ സിഹിർ. ഇല്ലാത്ത ഒരു കാര്യത്തെ നിരോധിക്കേണ്ട കാര്യമില്ലല്ലോ. അത് യാഥാർത്ഥ്യമുണ്ട്, ആളുകളുടെ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത്. പിന്നെ ചില ആളുകൾ പറയും, ഞാൻ ഇത് ചെയ്യട്ടെ, എങ്ങനെ ചെയ്യട്ടെ, നമുക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ചെയ്തോ കാഫറാവരുത്. ഒരാൾ കാഫറായിട്ട് നമ്മളെ വിശ്വസിപ്പിക്കാൻ നിൽക്കുമോ? ഞാൻ പേരിൽ വിശ്വസിക്കില്ല. ഇങ്ങനെ വിശ്വസിപ്പിക്കാൻ പറ്റുമ്പോൾ കാഫറാവോ? പേരിലെ കാഫറാവും വലിയ കുറ്റങ്ങള് സാഹിബിനെ കൊല്ലണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സിഹിറിന് യാഥാർത്ഥ്യമുണ്ട്. അതുകൊണ്ടാണല്ലോ വൻ പാപങ്ങളിൽ ഒന്നായിട്ട് അതിന് എണ്ണിയത് അല്ലേ? ഒന്നാമത്തെ എന്താവും ശരിക്കും, രണ്ടാമത്തേതാ സിഹിർ. ഇല്ലാത്ത ഒരു കാര്യത്തെ നിരോധിക്കേണ്ട കാര്യമില്ലല്ലോ. അത് യാഥാർത്ഥ്യമുണ്ട്, ആളുകളുടെ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത്. പിന്നെ ചില ആളുകൾ പറയും, ഞാൻ ഇത് ചെയ്യട്ടെ, എങ്ങനെ ചെയ്യട്ടെ, നമുക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ചെയ്തോ കാഫറാവരുത്. ഒരാൾ കാഫറായിട്ട് നമ്മളെ വിശ്വസിപ്പിക്കാൻ നിൽക്കുമോ? ഞാൻ പേരിൽ വിശ്വസിക്കില്ല. ഇങ്ങനെ വിശ്വസിപ്പിക്കാൻ പറ്റുമ്പോൾ കാഫറാവോ? പേരിലെ കാഫറാവും വലിയ കുറ്റങ്ങള് സാഹിബിനെ കൊല്ലണമെന്നാണ്. കണ്ടോ നിങ്ങൾ എന്താ പറയുക? ചില ആൾക്കാർ വെല്ലുവിളിക്കുന്നുണ്ട്. അദ്ദേഹം തന്നെ നേരത്തെ വെല്ലുവിളിച്ചു. അദ്ദേഹം തന്നെയല്ലേ നേരത്തെ വെല്ലുവിളിച്ചത്. ഇത് വൈരുദ്ധ്യമുണ്ടെങ്കിൽ പിന്നെ എന്താ കുട്ടികളെ വൈരുദ്ധ്യം? അതുകൊണ്ട് നഴ്സറി കുട്ടിയോട് നിങ്ങൾ പറയുന്നത്, നിങ്ങൾക്കൊരിടത്ത് വൈരുദ്ധ്യം തിരിയാൻ മാത്രം നിങ്ങളെ ബുദ്ധിശക്തി വളർന്നിട്ടില്ലെങ്കിൽ നിങ്ങളെ സക്കരിയോടൊന്ന് ഭേദഗതി ചോദിക്കണം. ഇത് വൈരുദ്ധ്യമാണോ അല്ലേ? ഇനി 2 ലക്ഷമുണ്ടോ ഇല്ലേ എന്ന് ഇതാ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാൻ പോകുന്നു. ഇപ്പൊ ഏറ്റവും പുതിയ പ്രസംഗമാണ് സക്കരിയന്റെ. എന്ത്? സിഹിർ ഫലിക്കും, സിഹിറിൽ യാഥാർത്ഥ്യമുണ്ട്, സിഹിറിൽ ഫലിക്കും, വെല്ലുവിളിക്കണ്ട. എന്നാൽ ഇപ്പോഴതാ ഈ സക്കരിയ സലാഹിയുടെ തൊട്ടപ്പുറത്തെ കസാരയിൽ അതേ ഗ്രൂപ്പ്, ഇത് വേറെ ഗ്രൂപ്പൊന്നുമില്ല, ചങ്ങരംകുളം ഗ്രൂപ്പെന്ന്, ആ ഗ്രൂപ്പിൽ തൊട്ടപ്പുറത്തെ കസാരയിരിക്കുന്ന ജമീല ടീച്ചർ. എന്താ ജമീല ടീച്ചർ പറയുന്നത്? സിഹിറിൽ ഫലിക്കുമെന്ന് ചില ആളുകൾ ഇപ്പൊ പ്രസംഗിച്ചു നടത്തുന്നുണ്ട്. അത് വളരെ വ്യക്തമായ അന്ധവിശ്വാസമാണ്. ഇത്തരം മസാല സീറ്റുകൾ വലിച്ചെറിയണം. ആരാ പറഞ്ഞത്? അല്ല, സ്വന്തം സക്കരിയ സലാഹിന്റെ സ്വന്തം പെണ്ണു. സ്വന്തം പെണ്ണാണ് ഭാര്യ എന്നുള്ള അർത്ഥത്തിനല്ലോ, നേതാവ് എന്നുള്ള അർത്ഥത്തിനാണ്. തെറ്റിദ്ധരിക്കല്ല. നോക്കൂ നിങ്ങൾ, സക്കരിയ സലാഹിയുടെ അതേ ഗ്രൂപ്പിൽ അപ്പുറത്തെ കസാരയിലിരിക്കുന്ന ജമീല ടീച്ചർ പറയുന്നു, സിഹിർ പഠിക്കുന്ന ചില മസാല സീറ്റുകൾ ഞങ്ങളെ പഠിപ്പിച്ച് ഈ അടുത്തിറങ്ങി. അത് വളരെ മോശമായി. ഞാൻ പറഞ്ഞു, നിങ്ങൾ 2 ഭാഗം എന്ന് തെളിയിക്കാൻ. ആ മസാല സീഡി എന്ന് പറയുമ്പോൾ ആ സീഡും കൂടി അവിടെ കാണിക്കും. അതാ നമ്മളെ ജമീല ടീച്ചറെ പ്രസംഗം കേട്ടു. അതേ ഗ്രൂപ്പിന്റെ നേതാവ്. ചെറിയൊരു അനുഭവം നിങ്ങളെ കേൾപ്പിക്കട്ടെ. ഏകദേശം ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് കല്യാണം കഴിച്ച് വിടപ്പെട്ട മുജാഹിദ് കുടുംബത്തിലെ ഒരു പെൺകുട്ടി. പട്ടിണിയും പ്രയാസങ്ങളും അവരുടെ കുടുംബത്തിലൊരു നിത്യ പതിവായിരുന്നു. അതോടൊപ്പം വിദ്യാഭ്യാസം കുറഞ്ഞ, സംസ്കാരം എന്തെന്ന് അറിഞ്ഞിട്ടില്ലാത്ത, പ്രത്യേകിച്ച് ഒരു ഖുറാഫി കുടുംബത്തിൽ ജനിച്ചു വളർന്ന സ്ത്രീയായിരുന്നു അമ്മായിമ്മ. അവരിൽ നിന്നുള്ള പീഡനങ്ങളും ഒരുപാട് അവൾ കേൾക്കേണ്ടി വന്നിരുന്നു. ഭർത്താവ് ഗൾഫിലാണ്. അദ്ദേഹത്തിന്റെ സംരക്ഷണം അവൾ കാണിലൊക്കെ നഷ്ടപ്പെട്ടു വരികയാണ്. അതോടൊപ്പം നല്ല വാക്ക് പറഞ്ഞ് ആശ്വസിപ്പിക്കേണ്ടവരായ അമ്മായിമ്മ നിത്യവും കുത്തുവാക്കുകളും മുള്ളുവാക്കുകളും പറഞ്ഞുകൊണ്ട് അവളെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടെ അമ്മായിമ്മത്തിൽ നിന്ന് അവൾക്ക് കേൾക്കേണ്ടി വരുന്ന ഭീഷണിയാണ്. എടി, നിന്നെ ഞാൻ സിഹിർ ചെയ്തുകൊണ്ട് കൊല്ലുമെടി. പക്ഷേ ഒരു മുജാഹിദ് കുടുംബത്തിൽ ജനിച്ചു വളർന്ന പെൺകുട്ടിയായതുകൊണ്ട് അവൾ ആ ഭീഷണിയെ അതിൻ്റെതായ അവഗണനയോടുകൂടി തന്നെ പുച്ഛിച്ച് തള്ളുകയായിരുന്നു. ഇതിനിടയ്ക്ക് എന്ത് സംഭവിച്ചു? അടുത്ത കാലത്തായിട്ട് ഇത്തരം വിശ്വാസങ്ങൾക്ക് ആക്കം കൂട്ടുന്ന, വീഴാൻ പോകുന്നിടത്തൊരു ഉണ്ട് എന്ന് പറയുന്ന രൂപത്തിൽ മനസ്സിന്റെ അബോധ മനസ്സിൽ എങ്ങാണ്ടോ മറഞ്ഞു കിടക്കുന്ന അന്ധവിശ്വാസങ്ങൾക്ക് വളർച്ചു നൽകുന്ന രൂപത്തിലുള്ള 1-2 മസാല സീഡികൾ അവൾ കേൾക്കാനിടയായി. അത് കേട്ട 1-2 മസാല സീഡികൾ അവൾ കേൾക്കാനിടയായി.
പല സീഡുകൾ അവൾ കേൾക്കാനിടയായി. സിഹർ ബാധ പോലുള്ള നമുക്ക് പ്രത്യക്ഷമായി കണ്ടെത്താൻ കഴിയാത്ത കാരണങ്ങളാൽ ശരീരത്തിന് സംഭവിക്കാവുന്ന വ്യത്യാസങ്ങളും രോഗങ്ങളും. ഒരാൾ സിഹർ ചെയ്യാൻ പാടുള്ള ശരിക്കാണ്, അത് ഗുരുതരമായ തിന്മയാണ്. പക്ഷെ ഏതെങ്കിലും ശത്രുക്കൾ പ്രവർത്തിച്ചാൽ ചെറിയ രൂപത്തിലെങ്കിലും അതിന്റെ സ്വാധീനം ഉണ്ടാകാം, ചില വലിയ രൂപത്തിലുണ്ടെങ്കിലും മരണം വരെ ഉണ്ടാവാം. അല്ലാതെ പ്രവാചകന് വരെ സിഹർ ബാധിച്ചു മാറ്റുമാരണം നടത്തിയിരിക്കും. അപ്പോൾ സഹോദരങ്ങളെ, ചെറിയ ചെറിയ പ്രയാസങ്ങൾ ഇതുകൊണ്ട് വന്നേക്കാം, ചെയ്യാൻ പാടില്ല. ർ നമുക്കതിൽ സിഹർ ചെയ്താൽ സിഹർ നമുക്ക് ബാധിക്കും. ഏത് ആൾക്കും സിഹർ ബാധിക്കാം അള്ളാഹുവിന്റെ കാവലില്ലെങ്കിൽ. ഏത് സാലിഹിനും ബാധിക്കാം എന്ന് തെളിയിക്കാനാണ് നേരെ മറിച്ച് ചെയ്താ ഫലിക്കോ ഏതുപോലെ ശിർക്ക് മഹാപാപമാണ്, പത്തിരുന്നത്ത് മഹാപാപമാണ് എന്ന ശിർക്ക് പറഞ്ഞിട്ടൊന്നില്ലേ? ഉണ്ട്. ഒരാൾ വേറൊരാളെ കൊന്നാൽ കൊല്ലപ്പെട്ടോ മരിച്ചു പോവില്ലേ? മരിച്ചു പോകും. അതേപോലെ സിഹർ ഹറാമാണ്, പാടില്ലാത്തതാണ്, മഹാപാപമാണ്. ചെയ്ത ബാധിക്കോ? ബാധിക്കും. അത് കേട്ടതോടുകൂടിയിട്ട് അവിടെ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന അന്ധവിശ്വാസങ്ങൾക്ക് വേരുമുളച്ചു. സംശയത്തിന്റെ ആരുമില്യം അവിടെ കടന്നു വന്നു. അമ്മായിമ്മ തനിക്കെതിരെ സിഹർ ചെയ്യുമോ, തന്നെ കൊന്നുകളഞ്ഞേക്കുമോ, തന്റെ മക്കളെ നശിപ്പിച്ചേക്കുമോ എന്നുള്ള സംശയങ്ങൾ അവിടെ മനസ്സിൽ കടന്നു വരികയും സംശയങ്ങൾ ക്രമേണ ആശങ്കയായി മാറുകയും ആശങ്ക ആകുലതയായി മാറുകയും ആകുലത വിഭ്രാന്തിയായി മാറുകയും ഒരു 2 ആഴ്ച മുമ്പ് ഈ പെൺകുട്ടിയെ തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കേണ്ടി വരികയും ചെയ്തു. ലഘു മാനസികം എന്നുള്ള രോഗം ബാധിച്ചുകൊണ്ട്. ഞാൻ ഈ പറയുന്നത് കളവായ ഒരു കാര്യമല്ല. ഒരു 2 ആഴ്ച മുമ്പ് എന്റെ വീടിന്റെ തൊട്ടടുത്ത് നടന്ന സംഭവിച്ചൊരു അനുഭവമാണ് നിങ്ങളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇവിടെ സംഭവിച്ചത്? സത്യം പറഞ്ഞാൽ പുരക്കും പത്ത് കടിക്കുകയില്ല എന്ന് ചൊല്ലി പറഞ്ഞതുപോലെ 4-5 വർഷത്തോളമായിട്ട് നിരന്തരം ഭീഷണി മുഴക്കിക്കൊണ്ടിരുന്ന അമ്മായിമ്മ ഒരിക്കലും തന്റെ മരുമകൾക്കെതിരെ ഒരു സിഹറും ചെയ്തിട്ടില്ല. ആരെയും സമീപിച്ചിട്ടില്ല, തങ്ങന്മാരെ സമീപിച്ചിട്ടില്ല, പണിക്കന്മാരെ സമീപിച്ചിട്ടില്ല. ഒരു ചെമ്പരത്തിപ്പൂവോ ഒരു മഞ്ഞപ്പൊടിയോ ഒരു കുറ്റിമുടിയോ ഒന്നും കൊണ്ടുവന്നുകൊണ്ട് ഇവർക്കെതിരെ എന്തെങ്കിലും ശുഭ്രമായ പ്രവൃത്തി അവർ ചെയ്തിട്ടില്ല. എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇവിടെ മനസ്സിൽ എങ്ങാണ്ടോ മറിഞ്ഞു കിടന്നിരുന്ന അന്ധവിശ്വാസങ്ങളെ ഊതി വീർപ്പിക്കാൻ പറ്റിയ ചില പ്രസംഗങ്ങൾ അവർക്ക് കേൾക്കാനിടയായി. ഇബ്ലീസ് അവരുടെ മനസ്സിലേക്ക് അത് ഇട്ടുകൊടുത്തു. അതവരുടെ മനസ്സിൽ വസ്വാസുകൾ ഉണ്ടാക്കി വെച്ചു. അക്കാരണമായിട്ട് അവരുടെ മനസ്സിൽ കാവലാതിയും വേവലാതിയും ഉണ്ടാവുകയും അതൊരു രോഗത്തിന് കാരണമായി തീരുകയും ചെയ്തു. അമ്മായിമ്മ അവളെ ഒരു വടി എടുത്തുകൊണ്ട് നേർക്കുനേരെ അടിച്ചിരുന്നുവെങ്കിൽ അവളുടെ ശരീരത്തിലൊരു പക്ഷേ വേദന പറ്റുമായിരുന്നു. ഒരു വെട്ടുകത്തി എടുത്തുകൊണ്ട് അവളെ വെട്ടിയിരുന്നുവെങ്കിൽ അവൾക്ക് മുറി പറ്റുമായിരുന്നു. അല്പം ചുടുവെള്ളം തിളപ്പിച്ചുകൊണ്ട് അവളുടെ ശരീരത്തിലേക്ക് എറിയുകയായിരുന്നുവെങ്കിൽ അവൾക്ക് തീപ്പൊള്ളലേൽക്കുമായിരുന്നു. കാര്യകാര്യ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അവൾക്ക് നാശം സംഭവിക്കുമായിരുന്നു. ഇങ്ങനെ കാര്യകാര്യ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രവൃത്തിയും അവിടെ നടത്തിയിട്ടില്ല എന്നുള്ളതായിരുന്നു സത്യാവസ്ഥ. ഇനി അഥവാ ചെയ്തെങ്കിൽ തന്നെ അമ്മായിമ്മ അവളിൽ നിന്ന് വളരെ അകലത്തിൽ ഇരുന്നുകൊണ്ട് ഒരു മൺതൂക്കെടുത്ത് ആ മൺതൂക്കിൽ ആരെക്കൊണ്ട് കുറച്ച് ചെമ്പരത്തി പൂവിട്ട് അതിൽ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് അതിൽ കുറെ ചിത്രവസ്തുക്കൾ ഇട്ട് കുറെ ഭസ്മങ്ങൾ ഇട്ടിട്ട് കുറെ ചിത്രമന്ത്രങ്ങളൊക്കെ ചൊല്ലിയിട്ട് എന്തെങ്കിലും ഒരു കൃത്യം ഇവൾക്കെതിരെ ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അങ്ങ് അകലെ കിടക്കുന്ന ഈ ചിത്രകാര്യങ്ങൾക്ക് ഒരു കാര്യകാര്യ ബന്ധത്തിന്റെ അടിസ്ഥാനമില്ലാത്ത രൂപത്തിൽ ഈ പെൺകുട്ടിയുടെ ജീവിതത്തിൽ അസുഖമുണ്ടാക്കാൻ, അവൾക്ക് വിഷമമുണ്ടാക്കാൻ, അവൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ എങ്ങനെ സാധിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഒരിക്കലും അങ്ങനെയുള്ളൊരു കഴിവ് ഈ ലോകത്തിൽ അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ആർക്കും അല്ലാഹു സുബ്ഹാനഹു നൽകിയിട്ടില്ല. സാധാരണയായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത് പിശാചാണ് ഇതിന്റെ പിറകിൽ, പിശാചാണ് ഇതിനൊക്കെ സഹായം ചെയ്തു കൊടുക്കുന്നത്, പിശാചാണ് സിഹറിന്റെ രൂപത്തിൽ, കുട്ടിക്കാപ്പന്റെ രൂപത്തിൽ, ചേക്കുട്ടിക്കാപ്പന്റെ രൂപത്തിൽ മനുഷ്യനെ ഉപദ്രവിക്കുന്നത് എന്നൊരു പക്ഷേ നമ്മൾ വിശ്വസിക്കുന്നുണ്ടായിരിക്കും. ആ വിശ്വാസം ഒരിക്കലും ശരിയല്ല. ഒരു മുസ്ലിമായ ഒരു സ്ത്രീക്കും ഒരു പുരുഷനും വിശ്വസിക്കാനാവുകയില്ല. കാരണം പരിശുദ്ധ ഏത് ആശങ്കയിലാവുക അതാണ് ഞങ്ങൾക്ക് തെളിയുന്നത്. ഇവിടെ ഞാൻ 2 പക്ഷങ്ങളിലുള്ള ഞങ്ങൾ ഒറ്റ പക്ഷമുള്ളൂ. ഒറ്റ പക്ഷം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഉണ്ടതില്ല. ഞാൻ ചോദിക്കുന്നത് സൂര്യ പഠിക്കുമെന്നത് അത് മസാല സൂര്യയാണെന്നും അത് സത്താണെന്നും ജനീറത്തിക്കൽ നിങ്ങളെ ഗ്രൂപ്പിന്റെ നേതാക്കളാണല്ലോ എന്നല്ല പറയാ. നേതാവ് എന്ന് പറയാൻ പറ്റില്ല, കാരണം പെണ്ണാണ്. അപ്പോ ആ രൂപത്തിലുള്ള നേതാവാണല്ലോ. പിന്നെ സക്കരിയാസനായി പറയുന്നു സൂര്യ ഫലിക്കും, അതുപോലെ അബ്ദുറഹ്മാൻ സബദി പറയുന്നു ഫലിക്കും, നിങ്ങളെ സംസ്കൃതിന്നോട് പറയുന്നു ഫലിക്കും, ആരിഫിന് സബീം പറയുന്നു സൂര്യ ഫലിക്കും, ജനീറത്തിക്കൽ പറയുന്നു ഫലിക്കുകയില്ല. ഏത് പക്ഷത്താണ് ഫലിക്കും പറയുന്നത്? ഫലിക്കുമെന്നാണോ ഫലിക്കുകയില്ല എന്നാണോ? അതുപോലെ തന്നെ ജിന്നിയോട് ചോദിക്കാമെന്നാണോ ചോദിക്കാൻ പാടില്ല എന്നാണോ? അടുത്ത പ്രസംഗത്തിൽ അതൊന്ന് പറയുന്നത്.
നിങ്ങൾ ഒരു പെട്ടെന്ന് രക്ഷപ്പെടാം. അതൊക്കെ പഴയ കാലത്ത്. ഇനി മാത്രമല്ല, വേറൊരു മൗലവിയുണ്ട് പല ഗ്രൂപ്പിൽ തന്നെ, മൂസാബാനുകൾ, പഴയ കാലത്ത് മുജാഹിദിലുള്ള എഴുത്തുകാരനാണ് വയസ്സ് വന്ന മൗലവിയാണ്. ഈ മൗലവിയോട് നമ്മളിത് അന്വേഷിച്ചു. അല്ല, നിങ്ങൾ ചങ്ങരംകുള ഗ്രൂപ്പിലെ നേതാവായ ജക്കരിയ സലാഹി പറയുന്നുണ്ടല്ലോ ഈ സുഹൃ ചരിക്കും അതുപോലെ തന്നെ ദില്ലിനോട് ചോദിക്കാനൊക്കെ പറയുന്നുണ്ടല്ലോ, ഇത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ചോദിച്ചു. എന്താ പറഞ്ഞത്? മുപ്പത് പറഞ്ഞു അതങ്ങ് ഓനാരാ പറയാനും ഓരോ അഭിപ്രായമാണ്. പക്ഷേ നമ്മൾ പറയുന്ന രൂപത്തിലാണ്. നിങ്ങളെ ഗ്രൂപ്പിന്റെ നേതാവിനെ ജക്കരിയ സലാഹിച്ചവര് ടെലഫോൺ സംഭാഷണം കഴിച്ചിട്ട് പഠിക്കൂലെന്നൊക്കെ ഉണ്ട് അല്ലേ? ആ, പഠിക്കൂലുണ്ട്. അതാ ഞാൻ തെളിവായിട്ട് എന്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. എന്റെ ലേഖനം വായിച്ചോക്കെ അത് കിട്ടുമെങ്കിൽ. ഇപ്പൊ ജക്കരിയ സലാഹൊക്കെ എഴുതിയിട്ടുണ്ടെന്ന് വെച്ചാല് സിഹിറിന് യാഥാർത്ഥ്യമുണ്ടെങ്കിൽ പിന്നെ ഇസ്ലാം നിഷേധിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ. അപ്പോ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം. ഇപ്പൊ നമുക്ക് അത് തിരുത്താനാവില്ല. പിന്നീട് ഞാൻ മര്യാദനാണെന്ന് ഓരോരുത്തർ പിന്നെ ഇത് ബോധം ഉണ്ടാവും. അതുകൊണ്ട് നമ്മുടെ സലാസിലും ഇനി ജക്കരിയൊക്കെ നമുക്ക് പുറത്ത് വിടലല്ലേ. അവളിപ്പോഴും സിഹിർ പഠിക്കൂലെന്നുള്ള അഭിപ്രായത്തിനുള്ളത്. അതെ. ഇപ്പോഴും ഞാൻ അന്ന് എന്റെ ലേഖനത്തിൽ വെല്ലുവിളിച്ചിട്ടുണ്ട്. സിഹിർ പെൻസ് എടുക്കോ മറ്റേ പെൻസിക്ക് കാണിച്ചാൽ ഞാൻ 1000 രൂപ സമ്മാനം അങ്ങനെ ഞാൻ വെല്ലുവിളിച്ചിട്ടുണ്ട്. അപ്പൊ അന്ന് ഇതുവരെ ആയിട്ട് അതുവരെ ഒരു ആരോഗ്യത്തെ പറ്റി ഒന്നും പറഞ്ഞു കേട്ടില്ല. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ എടുത്ത് തന്നെ ആയിരിക്കും ഇപ്പോ ചെറുക്കായി തീരണമെങ്കിൽ ഇപ്പൊ ഇവിടെയൊക്കെ ഇതിനപ്പുറത്തുള്ളത് വിളിച്ചാലേ ആവുള്ളൂ എന്നാണ് ഇപ്പൊ ജക്കരിയൊക്കെ പറയുന്നത്. അതായത് നമുക്കിപ്പം പിന്നെ അവരെ വിട്ടേക്കലല്ലേ. കാരണം ഇതൊന്നും ഒരു കൃത്യമായിട്ട് ഇങ്ങനെ പറയാൻ പറ്റൂല. ഈ ജക്കരിയ എന്താ പറയുക വെച്ചാൽ ഈ സിഹിറിന്റെ യാഥാർത്ഥ്യത്തെ നിഷേധിക്കുന്നവർ ഹദീസ് നിഷേധികളാണ്. അങ്ങനെ ആരെ പറഞ്ഞേക്കട്ടെ, നമുക്കെന്താ നമ്മളെ നേതൃത്വം പറ്റുന്നുണ്ടോ? ആരെ അങ്ങനെ പറഞ്ഞേക്കട്ടെ, നമുക്കെന്താ ആരെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ നമ്മുടെ വിജയത്തിന്? നമ്മൾ സ്വർഗത്ത് കിടക്കാൻ ആരെ സർട്ടിഫിക്കറ്റ് വേണ്ടല്ലോ. ശരിക്കും ഹദീസുകളിലൊക്കെ വന്നതാണ് ഈ കാര്യങ്ങൾ. അപ്പൊ ഇതുവരെ നിഷേധിക്കാൻ പാടില്ല എന്നൊക്കെയാണ് അബ്ദുറഹ്മാൻ സലഫി നെറ്റിലൊക്കെ പറയണത്. ആര് ചെറുപ്പത്തിലോട്ട് നമുക്ക് അതാണ് അവനോട് കൽപ്പിച്ചോളൂ. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം. ഇപ്പൊ നമുക്ക് അത് തിരുത്താനാവില്ല. പിന്നീട് ഞാൻ മര്യാദനാണെന്ന് ഓരോരുത്തർ പിന്നെ ഇത് ബോധം ഉണ്ടാവും. അതുകൊണ്ട് നമ്മുടെ സലാസിലും ഇനി ജക്കരിയൊക്കെ നമുക്ക് പുറത്ത് വിടല. ഇവിടുത്തെ കുറച്ച് ആൾക്കാർക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട്. എന്തെന്നറിയോ? അബ്ദുൽകാരിയാരൊന്നും വേണ്ട, അതുപോലെ തന്നെ ആലിമീങ്ങൾ വേണ്ട, ഞാൻ മതിയായവനാണ്. ആ തോന്നലാണ് കുഴപ്പമെന്നാണ് അദ്ദേഹം പറയുന്നത്. ശരിയാണ്. ജക്കരിയെ പുറത്തു വിടലാണ് നല്ലത്. ആരാ? മൂസായാണില്ലേ? നിങ്ങളെ വലിയവനാണല്ലേ? 2 പക്ഷല്ല. എത്ര പക്ഷ?